അസ്സാം വലൈക്കും, ഗുഡ് ഈവനിങ്, നമസ്കാരം. വൈശാഖാണ് ഫ്രം ഗോൾഡ് 101.3 FM. എനിക്ക് തോന്നുന്നു ഇവിടെ ഇൻ്റലക്ച്വൽ ഹാൾ കണ്ടെത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചില ആൾക്കാർക്കും തോന്നുന്നു. എന്തായാലും ഇവിടേക്ക് ആൾക്കാർ എത്തുമെന്ന് കരുതുകയാണ്. ഇന്ന് ആക്ച്വലി ഇവിടെ എത്തിയിരിക്കുന്നത് എനിക്കും വളരെയധികം സന്തോഷമുള്ള ഒരു മൊമെൻ്റാണ്. കാരണം നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്തുകാരൻ്റെ വിശേഷങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് സംസാരിക്കുക, അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും അധികം പോപ്പുലറായ ഒരു പുസ്തകത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുക എന്നൊരു ഉദ്ദേശത്തിൽ തന്നെയാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയ തുറക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ആൾക്കാർ ഷെയർ ചെയ്യുന്ന ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ചും കവറും മറ്റു വിശേഷങ്ങളൊക്കെ തന്നെയാണ്. ആൻഡ് വി ഹാവ് our own favorite അഖിൽ പി ധർമ്മജൻ. Put your hands together for അഖിൽ പി ധർമ്മജൻ. കുറച്ചൊരു സെഷനിലേക്ക് പോവാണ്. അഖിൽ, നമസ്കാരം. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നു അഖിലിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ റാം കെയർ ഓഫ് ആനന്ദിക്ക് മുൻപുള്ളൊരു അഖിലും റാം കെയർ ഓഫ് ആനന്ദിക്ക് ശേഷമുള്ളൊരു അഖിലും എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് സംസാരിച്ച് തുടങ്ങിയാലോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ തുടങ്ങാം. ഓക്കെ. അഖിലിനെ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് അഖിലിൻ്റെ ആ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിലിൻ്റെ 7ാം ക്ലാസ്സിലാണ് ആദ്യത്തെ ഒരു നോവൽ എഴുതിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഭിജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സുഹൃത്തിനാണ് ആ ഒരു നോവൽ വായിക്കാൻ കൊടുത്തത്. അഭിജിത്ത് ഇപ്പോഴും കൂട്ടുകാരനാണോ? ഓ, അഭിജിത്ത് എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലാണോ? അന്നത്തെ ആ ഒരു നോവലിൻ്റെ കഥ എന്തായിരുന്നുള്ള കാര്യം ഒന്ന് ഒരു ചെറിയതായിട്ടൊന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഫാൻറ്റസി വേൾഡിൽ ഉള്ള ആളാണ് ഞാൻ. അപ്പോൾ ഈ മെർക്കുറി ഐലൻഡ് വായിച്ചവർക്ക് അറിയാൻ പറ്റും, ഒരു ഭയങ്കര ഫാൻറ്റസിയാണ്. അപ്പം ഞാൻ ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലൊക്കെ വെള്ളം കെട്ടി കിടക്കുമ്പോൾ അതിന് നടുക്ക് കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് അത് ദ്വീപായിട്ട് വിചാരിച്ചിട്ട് ഉറുമ്പിനൊക്കെ ഇലയിൽ കയറ്റി വിടും. ചെല്ല അങ്ങ് പോകുന്നൊക്കെ പറയും. അപ്പോൾ ഇത് പോയിട്ട് അതിൻ്റെ അകത്ത് കയറുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും മനുഷ്യരാണ് ഈ പോകുന്നത്. പിന്നെ പേപ്പർ ബോട്ട് ഉണ്ടാക്കി വിടും. അപ്പോൾ ഇതിങ്ങനെ മൈൻഡിൽ കിടന്ന് അങ്ങനെ ഒരു ദ്വീപിൻ്റെ സ്റ്റോറി ആദ്യമായിട്ട് എഴുതിയത് നോവല്. അപ്പോൾ എല്ലാ ദിവസവും ഞാനിങ്ങനെ എഴുതി ട്യൂഷൻ ക്ലാസ്സിലാണ് ഇവൻ വായിക്കുന്നത്. ഞങ്ങൾ ക്ലാസ് ഡിഫറെൻ്റ് ആണെങ്കിലും ട്യൂഷൻ ഒരുമിച്ചാണ് പഠിക്കുന്നത്, എൻ്റെ അപ്പുറത്തെ വീട്ടിലെ. അപ്പം ഞാനിങ്ങനെ ഓരോ ദിവസം എഴുതിയിട്ട് കൊണ്ടുവരുമ്പോൾ ഇവനിങ്ങനെ നോക്കിയിരിക്കും ഇത് വായിക്കാൻ വേണ്ടിയിട്ട്. ചില ദിവസം നമ്മളിങ്ങനെ എഴുതാതെ ചെല്ലുമ്പോൾ അവന് ഇടിക്കും പിടിച്ചിട്ട്. അപ്പോൾ ആ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ഇതിൽ എഴുതി തുടങ്ങിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലൈമാക്സ് തന്നെയാണ് എക്സാക്ട് മെർക്കുറി ഐലൻഡിന് വന്നിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ ആ ഒരു സ്റ്റോറി ഒരു ഐലൻഡ് ബേസ്ഡ് തന്നെയാണ്. അന്ന് അഭിജിത്ത് എന്തായിരുന്നു ആദ്യം പറഞ്ഞത്? അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അവൻ തന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട്, എടാ ഇത് അടിപൊളിയാണ് കേട്ടോ എന്നും പറഞ്ഞിട്ട്. അപ്പം അവനിങ്ങനെ ഓരോ പോയിന്റ് പറഞ്ഞു തരും അന്ന് തന്നെ. ഇത് ഇത്തിരി മോശമായിരുന്നു ഈ ഒരു ചാപ്റ്റർ എന്ന് പറയും, ഈ ചാപ്റ്റർ നന്നായിരുന്നു എന്ന് പറയും. പക്ഷെ അവന് വലിയ റീഡിങ് ഹാബിറ്റ് ഒന്നും ഉള്ള ആളല്ല. പക്ഷെ എൻ്റെ നോവൽസ് വായിക്കും, ഇപ്പോഴും പ്രൂഫ് റീഡ് ചെയ്യുന്ന കൂട്ടത്തിൽ അവനുണ്ട്. ഒന്നാമത്തെ ആളാണ്. അതെ അതെ. എനിക്ക് തോന്നുന്നു നിങ്ങളിൽ പല ആൾക്കാരും കഥ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിലൂടെ അഖിലിനെ നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അഖിലിൻ്റെ വരികൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. കഥ എന്ന ആ ഒരു പേജിലേക്ക് എത്താം. അതിലൂടെയാണ് ഓജോ ബോർഡ് വന്നത്, പിന്നാലെ മെർക്കുറി ഐലൻഡ് വന്നത്. അന്ന് ആ ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങുന്ന സമയത്ത് കരുതിയിരുന്നോ ഇത് വായിക്കുന്ന ആളുകൾ ഇത്രയും അധികം സ്വീകരിക്കും എന്നുള്ള കാര്യം? എനിക്ക് തോന്നുന്നു പിന്നീട് ഓജോ ബോർഡും മെർക്കുറി ഐലൻഡും ഒക്കെ തന്നെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു പ്രകാശനം ചെയ്തതും ഒക്കെ. അതൊക്കെ അന്ന് വാർത്തയായ ഒരു കാര്യം കൂടിയിട്ടായിരുന്നു. കരുതിയിരുന്നോ അത്രയും അധികം ഒരു വിജയമാവും എന്നുള്ള കാര്യം? കഥാ പേജ് തുടങ്ങാനായിട്ട് കാരണം ഞാൻ ഈ ഓജോ ബോർഡ് എഴുതിയിട്ട് ചാപ്റ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തു, 37 ചാപ്റ്ററായിട്ട്. ഇത് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. അപ്പം ഞാൻ പോളിയിൽ പഠിക്കുകയാണ്. അപ്പം ഞാനിത് ആദ്യത്തെ ചാപ്റ്റർ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ക്ലാസ്സിലൊക്കെ കളിയാക്കും പിള്ളേർ. നീ എന്തോടെ ചെയ്യുന്ന ഫേസ്ബുക്കിൽ? എന്നത് 2011 സമയമാണ്. ഈ സമയത്ത് എല്ലാവരും ഈ ഫോട്ടോ ഇട്ടിട്ട് പ്ലീസ് ലൈക്ക് മൈ പ്രൊഫൈൽ പിക്ചർ, അങ്ങനെ ആ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് കഥ എഴുതാൻ തുടങ്ങി. അപ്പോൾ കൂട്ടുകാർ ഞാനിപ്പോൾ ചാപ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഭയങ്കര കളിയാക്കലാണ്. അവർ നിന്നിട്ട് ചില സമയം ഇത് ഭയങ്കര വികാരത്തോടുകൂടിയൊക്കെ വായിക്കും. ഓജോ ബോർഡാണ്, ഇവർ നമ്മളെ വേറൊരു ടോണിൽ വായിച്ച് നമ്മളെ കളിയാക്കും. അതായത് ഇന്റർവെൽ ടൈമിന് എല്ലാവരും കൂടി ഇരുന്ന് കളിയാക്കും. അപ്പം ഞാൻ ആലോചിച്ചു ഈ കഥ ഇങ്ങനെ കളിയാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ 2ാമത്തെ ചാപ്റ്റർ 3ാമത്തെ ചാപ്റ്റർ ഒക്കെ ഇട്ടപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്ത് അവൻ്റെ ലവറിനെ കൊണ്ട് അവൻ വിളിപ്പിച്ചിട്ട് കളിയാക്കുന്നു. ഞാനിങ്ങനെ ടാഗ് ചെയ്യുന്നു ചിലരെ വായിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പറഞ്ഞു, ചേട്ടാ എന്താ ഫേസ്ബുക്ക് ചെയ്യുന്നത്, ചേട്ടന് വേറെ പണിയില്ല, അങ്ങനെയൊക്കെ ചോദിച്ചു ഭയങ്കരമായിട്ട് മാനസികമായിട്ട് നമ്മളെ ഇതാക്കി. അപ്പം ഞാൻ ഓർത്ത് കഥ എന്ന് പറഞ്ഞൊരു പേജ് തുടങ്ങും. അത് ലൈക്ക് ചെയ്യുന്നവൻ എന്തായാലും കഥ വായിക്കാൻ ഇഷ്ടമുള്ളവരാണ്. അങ്ങനെ ഞാനൊരു 20 ലൈക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്ത് തുടങ്ങി. ഫസ്റ്റ് ചാപ്റ്റർ ഇട്ടപ്പോഴും ഇതുപോലെ ആരും വായിക്കാനില്ല, 1-2 ലൈക്ക് കിട്ടിയാലായി. ഞാൻ 2ാമത്തെ ഇട്ട് 3ാമത്തെ ഇട്ട് 4ാമത്തെ ഇട്ട് 5ാമത്തെ ഇട്ടപ്പോൾ ഞാൻ ഓർത്ത് ഒരു 2 ചാപ്റ്റർ ഇടും, ഞാൻ നിർത്തും, ഇത് പരിപാടി ഇവിടെ നിർത്തുമെന്ന് വിചാരിച്ചു. അങ്ങനെ 6ാമത്തെ ഇട്ടും ആരും വായിച്ചില്ല. 7ാമത്തേൽ ഒരു കമന്റ് വന്നു, ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട്. വിഷ്ണു ഷാജി എന്ന് പറഞ്ഞൊരു ഐഡിയെന്ന്.
ഇപ്പോഴും അതൊക്കെ ഓർക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് ഓർക്കുന്നത്. ആളെ എൻ്റെ അടുത്ത ഫ്രണ്ടാണ്. അതെ അല്ലേ? എൻ്റെ കൂടുതലും വായനക്കാരാണ് എൻ്റെ അടുത്ത കൂട്ടുകാർ. എനിക്ക് ബുക്കിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ ഈ എഴുത്തിൽ കിട്ടിയിട്ടുള്ള എനിക്ക് കുറച്ചുകൂടെ പ്യുവറായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് തോന്നി. നമ്മൾ ഒരേ ടേസ്റ്റ് ഉള്ളവരായിരിക്കാം, വായനയിൽ ടേസ്റ്റ് ഉള്ളവരായിരിക്കാം, എഴുത്ത് അങ്ങനെയൊക്കെ ഉള്ള ഫ്രണ്ട്സാണ്. അപ്പോൾ ഈ ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി 37 ചാപ്റ്റർ ഇവന് വേണ്ടിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുമെന്ന് തോന്നി. ഒരാൾ മതി എനിക്ക് വായിക്കാം. ഇപ്പോൾ ഞാൻ പറയുന്നതാണ്, ഇപ്പോൾ ഇത്ര ആൾക്കാരെങ്കിലും കേൾക്കാനില്ല, ഇവിടെ ഒരാൾ പോലും ഇല്ലെങ്കിൽ എന്തൊരു നമുക്ക് എഴുതാൻ ഇത് പറയാനായിട്ടൊന്നും ഉണ്ടായില്ലല്ലോ. അത് കണക്ക് തന്നെയാണ് ഫേസ്ബുക്കിൽ ഒരാൾ കമൻറ്റിൽ ചെയ്യാൻ പോലും ഇല്ല. അങ്ങനെ ഒരു 8ാമത്തെ ചാപ്റ്റർ ആയപ്പോഴും ഈ ആളുടെ 2 ഫ്രണ്ട്സ് കൂടെ വന്നു. 9ാമത്തെ ആയപ്പോഴേക്കും പിന്നെയും കുറച്ച് ആൾക്കാർ ഇവിടെ വന്നു. അങ്ങനെ 37ാമത്തെ ചാപ്റ്റർ ഇടുമ്പോൾ ഒരു 15,000-ന് മുകളിൽ വായനക്കാരായി അതിന്. അപ്പം എനിക്ക് തോന്നി കുഴപ്പമില്ല, ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് കഥാ പേജ് ആകുന്നത്. കഥാ പേജിന് ആ സമയത്തേക്ക് നല്ല റീച്ചുമായി. പിന്നെ മറ്റുള്ളവരുടെ ഈ എഴുതി പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരുടെ ഇതുകൂടി കഥ കൂടി ഇടാൻ തുടങ്ങി. അങ്ങനെ അതൊരു കമ്മ്യൂണിറ്റിയായി മാറി കഥ എന്ന് പറയുന്നത്. എൻ്റെ പബ്ലിക്കേഷൻ കമ്പനിയുടെ പേരും കഥ എന്ന് തന്നെയായിരുന്നു. ഓക്കെ. പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, ജോലി അത്യാവശ്യമായിരുന്നു. അങ്ങനെ ഒരു വർക്ക്ഷോപ്പിലൊക്കെ ജോലി ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ടൈം ഒട്ടും കിട്ടിയിരുന്നില്ല അഖിലിന് എഴുതാനെന്നുള്ള കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. എവിടെ വെച്ചാണ് അഖിൽ മനസ്സിലാക്കിയത് ഇതല്ല, എനിക്ക് എഴുത്താണ് എൻ്റെ ലോകം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശരിക്കും ഒരു തിരിച്ചറിവുണ്ടാകുന്നത് എപ്പോഴായിരുന്നു? ഇതിൽ മെക്കാനിക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. ഇപ്പം ഞാൻ വണ്ടിപ്പണി ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ട് ഇറങ്ങി നേരെ വർക്ക്ഷോപ്പിൽ കയറുകയാണ്. അപ്പോൾ നമ്മൾ സ്പാനർ പിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ തെന്നിപ്പോകുമ്പോൾ നമ്മുടെ ഈ കൈമുട്ട് ഇവിടെ നമുക്ക് എപ്പോഴും ഒരു മുറിവുണ്ടാവും എപ്പോഴും. അപ്പം നമുക്ക് എനിക്ക് എപ്പോഴും അത് നമ്മൾ തൊടുക പിടിക്കുക ചെയ്ത് കഴിഞ്ഞാൽ പെയിൻ ആവും. അപ്പം എനിക്ക് എന്നോട് തന്നെ തോന്നി ഞാൻ എന്താണ് ഈ ചെയ്യുന്നത്. എനിക്ക് എഴുതാനായിട്ട് രാവിലെ ഒരു 8 മണിയാകുമ്പോൾ വർക്ക്ഷോപ്പിൽ പോകും. ചില സമയം വണ്ടി കൂടുതലാണെങ്കിൽ ഒരു 9, 9:30, 10 മണി വരെയൊക്കെ പോകും. വീട്ടിൽ വരുമ്പോൾ വീട്ടുകാരൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. അമ്മ മാത്രം നോക്കിയിരിക്കും ഫുഡ് കഴിക്കാനായിട്ട്. അമ്മയൊന്ന് കാണുന്നു, പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് എഴുന്നേക്കുന്നു, 8 മണിക്ക് വർക്ക്ഷോപ്പിൽ കയറുന്നു. അപ്പോൾ അങ്ങനെ ഒരു ലൈഫായി മാറി. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ലൈഫിലേക്ക് പോയി. അപ്പോൾ എഴുത്തൊന്നും നടക്കുന്നില്ല. 1.5 വർഷം ഞാൻ വർക്ക് ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ ഭയങ്കരമായിട്ട് കിടന്ന് ഇങ്ങനെ ജാക്കി വെച്ചിട്ട് ഞാൻ അടിയിൽ കയറിയിട്ട് കിടക്കുക. അപ്പോൾ ആ ജാക്കി തെന്നിപ്പോയി. അപ്പോൾ പെട്ടെന്ന് വർക്ക്ഷോപ്പിന് ഓണറൊക്കെ ഉണ്ടായിരുന്നു, അവർ എല്ലാവരും കൂടെ കയറി പിടിച്ച് നെഞ്ചിലൊന്നും വീണില്ല. അപ്പം ഞാനിങ്ങനെ ഓർത്തു ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുക. അന്ന് ഞാൻ കരഞ്ഞു ഭയങ്കരമായിട്ട്. അത് സത്യത്തിൽ മരിക്കാൻ പോകുന്ന ഭയമല്ല, എനിക്ക് ഇഷ്ടമില്ലാത്ത തൊഴിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഇത് എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നി. ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ ചെന്നൈക്ക് പോവാന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു എന്തിനാ പോകുന്നത്? ഞാൻ പറഞ്ഞു സിനിമ പഠിക്കാൻ പോവാ, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പം അച്ഛന് പേടിയായി. അപ്പം അച്ഛൻ തന്നെ പാസ്പോർട്ട് എടുപ്പിച്ചു ദുബായിക്ക് വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഒരു കമ്പനിയിൽ ജോലിയൊക്കെ റെഡിയാക്കി എൻ്റെ ഒരു ചേട്ടൻ്റെ സുഹൃത്ത് വഴിയിട്ട് പാസ്പോർട്ട് എടുപ്പിച്ചപ്പോൾ ഞാൻ ഇതുകൊണ്ട് ഒളിപ്പിച്ചു വെച്ചു. എന്താണെന്നിട്ട് എന്നെ ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ എനിക്കറിയാം പിന്നെ എനിക്ക് ഒരിക്കലും എൻ്റെ പാഷൻ നടക്കില്ല. എൻ്റെ ഫീൽഡ് മെക്കാനിക്കൽ ഞാൻ സത്യത്തിൽ വീട്ടിൽ പറഞ്ഞിട്ട് എടുത്തതാണ്. എനിക്ക് ഈ മെഷീനായിട്ട് ഒരു ബന്ധവും ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാനത് നിർത്തി. ഞാൻ ഒരു ദിവസം ചെന്നൈക്ക് അങ്ങ് പോകുമായിരുന്നു വണ്ടി കയറിയിട്ട്. അങ്ങനെ സത്യത്തിൽ ആ ഒരു നമുക്ക് കംഫർട്ട് സോൺ ഉണ്ട്. അതായത് നമ്മുടെ വീട്ടിൽ ഭക്ഷണം കിട്ടും സമയത്ത്, നമുക്ക് വർക്ക്ഷോപ്പിൽ നിന്നാണെങ്കിലും ഒരു പൈസ കിട്ടും. പക്ഷെ നമ്മൾ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനായിട്ടൊരു കറേജ് വേണം നമുക്ക്. ആ സമയത്ത് എനിക്കത് ചെയ്യാനായിട്ട് തോന്നി, വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. അന്ന് ഇറങ്ങിപ്പോയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനിപ്പോഴും വർക്ക്ഷോപ്പിൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ആരുടെങ്കിലും ഓദറിൻ്റെ ഇത് കേൾക്കാനായിട്ട് ഞാനിവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുമായിരുന്നു തോന്നുന്നു. ഒരുപക്ഷെ അന്ന് ആ ചെന്നൈയിൽ പോയതുകൊണ്ട് ഞങ്ങൾക്ക് റാം കെയർ ഓഫ് ആനന്ദി ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ കിട്ടി. നമുക്ക് റാം കെയർ ഓഫ് ആനന്ദിയിലേക്ക് തന്നെ എത്താം. ഒരുപക്ഷെ അത് വായിച്ചവരായിരിക്കും ഇവിടെ ഉള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആണല്ലോ അല്ലേ? വായിച്ചവരാണല്ലോ എത്തിയിട്ടുള്ളത്. എല്ലാവരുടെ കയ്യിൽ ഒരു കോപ്പിയുണ്ട്. അപ്പോൾ അത് ഭയങ്കര സന്തോഷം. എൻ്റെ കയ്യിൽ ഒരു കോപ്പിയുണ്ട്. ഈ റാം കെയർ ഓഫ് ആനന്ദി ഇപ്പം നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന ആ ഒരു പുസ്തകം വരുന്നതിന് മുൻപായിട്ട് ഒരു 300 പേജോളം എഴുതുകയും അതെന്നിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്ത ഒരു കഥ നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാമെന്ന് തോന്നുന്നു. അന്ന് അങ്ങനെ ഒരു തോന്നൽ എന്താ വന്നത്? 300 പേജോളം ടൈപ്പ് ചെയ്ത് വെച്ചു, അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഒന്ന് തൊട്ടേ എഴുതിയതാണ് ഇപ്പോഴത്തെ ഈ റാം കെയർ ഓഫ് ആനന്ദി. എന്തായിരുന്നു അന്ന് സംഭവിച്ചതായിരിക്കും? ഇതിൻ്റെ അകത്ത് പലരും റൈറ്റേഴ്സുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു പ്രോസസ്സ് അറിയാൻ പറ്റും. നമ്മൾ ഈ എന്തെങ്കിലും എഴുതിയിട്ട് കുറച്ച് നാളം അതിന് ബ്രേക്ക് കൊടുക്കണം. കാരണം നമ്മൾ അതിൽ തന്നെ ഇരുന്ന് തല പോച്ച് നമുക്ക് അതിൻ്റെ അകത്ത് ചിലപ്പോൾ തെറ്റുകൾ മനസ്സിലാകത്തില്ല. അപ്പം നമ്മളൊരു 5-6 മാസമെങ്കിലും നമ്മളതിന് വെറുതെ വെച്ചിട്ട് നമ്മൾ വേറെ കാര്യങ്ങൾക്ക് പോവുക, സിനിമ കാണുക, മറ്റുള്ള പുസ്തകങ്ങൾ വായിക്കുക, എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് വന്നൊന്ന് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് പല മിസ്റ്റേക്സും കാണാൻ പറ്റും. അപ്പം ഞാൻ ചെന്നൈ നിന്നിട്ട് 2 വർഷം ഇത് എഴുതി 300 പേജ് ക്ലൈമാക്സ് ഒക്കെ എഴുതി ഏകദേശം സെറ്റായിരുന്ന സമയത്താണ് 2018 എഴുതാനായിട്ട് ഇൻവിറ്റേഷൻ കിട്ടുന്നത്. അങ്ങനെ ഞാൻ ആലുവയിൽ വന്നിട്ട് ഒരു ഫ്ലാറ്റിൽ നിന്നിട്ട് എഴുതുന്നത്. അത് 1 വർഷം നിന്നിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ഇരുന്ന് വായിച്ചപ്പോൾ എനിക്ക് അയ്യോ ഇങ്ങനെയാണോ, അങ്ങനെയല്ല വേണ്ടത് റാം കെയർ ഓഫ് ആനന്ദി എന്ന് തോന്നി.
അങ്ങനെ ലാസ്റ്റ് ഞാനത് ഗൂഗിൾ ഡ്രൈവിൽ ഇപ്പോഴും കിടപ്പുണ്ടത്. ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ട് ലാപ്പിൽ നിന്ന് എടുത്ത് ഡിലീറ്റ് ചെയ്തു. ഓക്കെ. എന്നിട്ട് പിന്നെ ഒരു 6-7 മാസം കൊണ്ട് കോവിഡ് ടൈം ആയിരുന്നു. ആ സമയത്ത് ഇരുന്ന് എഴുതിയതാണ് ഇപ്പം കാണുന്ന റാം കെയർ ഓഫ് ആനന്ദി. അപ്പം നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഇത്ര ഇരുന്ന് കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്തതല്ലേ, അത് ഡിലീറ്റ് ചെയ്യാൻ നമുക്കൊരു ഇതുണ്ടാവാം. പക്ഷേ അത് ബുക്കായി വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചെറിയ ചെറിയ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും, കഥ ഫുള്ള് മാറ്റാൻ പറ്റത്തില്ല. ആ സമയത്തും അങ്ങനെ ഒരു ധൈര്യം എടുത്തുകൊണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് റാം കെയർ ഓഫ് ആനന്ദി കുറച്ചുകൂടെ ലളിതമായിട്ട് സിനിമാറ്റിക്കുമായിട്ട് എനിക്ക് പിന്നെ എഴുതാനായിട്ട് പറ്റി. മുമ്പുണ്ടായിരുന്നത് റാം എന്ന് പറഞ്ഞ കഥാപാത്രം കഥ പറഞ്ഞു പോകുന്ന രീതിയിലായിരുന്നു. ഇപ്പം പക്ഷേ ഓരോ പോയിന്റ് ഓഫ് വ്യൂവിൽ കഥാപാത്രങ്ങളുടെ കൊണ്ടുവരാൻ പറ്റി. അത് അന്ന് എഴുതി തുടങ്ങുമ്പോൾ രണ്ടാമത് എഴുതുമ്പോൾ തന്നെ അതൊരു സിനിമാറ്റിക് നോവൽ ആവണമെന്ന് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സിനിമ മനസ്സിലുണ്ടായിരുന്നെങ്കിലും ചോദിക്കുകയാണ്, സിനിമാറ്റിക് ആയിരിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ? അതിന് പ്രധാന കാരണം 2018 തന്നെ. സ്ക്രിപ്റ്റ് ചെയ്യാൻ എനിക്ക് ആ സമയത്ത് ഞാൻ പഠിക്കുന്നതേ ഉള്ളൂ. ഒരു സ്ക്രിപ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കുറച്ചുകൂടെ വിഷ്വൽ ചെയ്യാനായിട്ട് എനിക്ക് പറ്റി, വിഷ്വൽ ചെയ്ത് എഴുതാനായിട്ട്. അതൊരു എക്സ്പീരിയൻസ് കിട്ടിയതുകൊണ്ട് കുറച്ചുകൂടെ സിനിമാറ്റിക് ആകാനായിട്ട് സാധിച്ചതാണ്. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇത് വായിച്ചവർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആദ്യം ഈ ഒരു നോവൽ വായിക്കുമ്പം മനസ്സിലേക്ക് വരുന്നൊരു വരി ചെന്നൈ ഉങ്ങളെ അൻപുടൻ വരവേൽക്കരുത് എന്നുള്ളതാണ്. റാമിനെ ചെന്നൈ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. റാം ഒരുപാട് ജീവിതങ്ങളിലൂടെ കടന്നുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അഖിലിൻ്റെ ജീവിതത്തിൽ ചെന്നൈക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്? ചെന്നൈ ഞാൻ ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഓഡീഷന് പോയി, ഫിലിം ഓഡീഷന്. അവന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവനൊരു ഹാളിലേക്ക് ഓഡീഷന് കയറിയ സമയത്ത് എന്നെ കയറ്റിയില്ല. അപ്പം ഞാൻ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുകയാണ് റോഡിൽ കൂടെയൊക്കെ. അപ്പോൾ ആ സമയത്ത് ചെന്നൈയിൽ ഒരു പ്രളയം കഴിഞ്ഞ സമയം 2017. അപ്പം ഞാൻ കുറേ ആൾക്കാർ ഇതിനെപ്പറ്റി ഇരുന്ന് ചായക്കടയിലിരുന്ന് സംസാരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഒരു പ്രളയത്തെ പറ്റിയിട്ടൊക്കെ എഴുതാനായിട്ട് ചെന്നൈയിൽ വരാമെന്ന് തോന്നി. അങ്ങനെയാണ് എനിക്ക് ചെന്നൈ ആദ്യമായിട്ട് പോകുന്നത്. അങ്ങനെയാണ്. അതിനു മുൻപ് പഴനി അങ്ങനെയൊക്കെ പോയി തമിഴ്നാട് എക്സ്പീരിയൻസ് ഉള്ളൂ. ഓക്കെ. ഈ വീട്ടിൽ നിന്ന് ഞാൻ ഈ ഇറങ്ങിപ്പോകുന്നല്ലോ ചെന്നൈയിലേക്ക്. അപ്പോൾ വലിയൊരു നഗരമാണ്. നമുക്ക് ചെന്ന് വിട്ട് കഴിഞ്ഞാൽ നമ്മളെ പറ്റിക്കുന്നവരുണ്ട്, സ്നേഹിക്കുന്നവരുണ്ട്, നമുക്കൊന്നും മനസ്സിലാവില്ല. പക്ഷേ അവിടെ ഇച്ചിരി കൂടെ എനിക്കൊന്ന് ചൂട് കൂടുതലുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആൾക്കാർക്ക് ദേഷ്യമാണ്. നമ്മളിപ്പോൾ നടന്നു പോകുമ്പോൾ ഒരാളെ തട്ടിക്കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ നമ്മളെ ആക്രമിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യും. അതെ. അപ്പോൾ പിന്നെ ഞാൻ കണ്ടത് പലരുടെ മുഖത്ത് സന്തോഷമില്ല. അവിടുത്തെ കാലാവസ്ഥ സത്യത്തിൽ പലരെയും ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഞാൻ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ദൈവം ഇങ്ങനെ ഒരു സ്ഥലമാണോ എന്ന്. അന്നൊരു മഴ പെയ്തു. രാവിലെ ഞാൻ കോളേജിലേക്ക് പോവുക. ഞാൻ അവിടെ ഫിലിം അക്കാഡമി പഠിക്കുന്ന സമയത്ത് രാവിലെ ബസ്സിലാണ് പോകുന്നത്. എന്നിട്ട് ട്രെയിൻ കയറി ഗിണ്ടിന്നാണ് പോകുന്നത്. ഞാൻ ഇങ്ങനെ ബസ്സിൽ പോകുമ്പോൾ എല്ലാവരുടെ മുഖത്തൊരു ചിരിയാണ്. കടകളിലിരിക്കുന്നവർ മഴ കാണുന്നു, ചിരിക്കുന്നു, നടന്നു പോകുന്നവർ, കുട്ടികളുടെ മുഖത്ത് ചിരി. അപ്പം എനിക്ക് മനസ്സിലായി കാലാവസ്ഥയായിട്ട് മനുഷ്യൻ്റെ വികാരങ്ങൾക്ക് കുറച്ചുകൂടെ ബന്ധമുണ്ടെന്ന് മനസ്സിലായി. അപ്പം എനിക്ക് തോന്നി ഇങ്ങനെ തന്നെ തുടങ്ങാം. ആ ഒരു മഴയിൽ ഇതിൻ്റെ അകത്തൊരു പോർഷനുണ്ട്, ഞാൻ എഴുതിയിട്ടുണ്ട്, കാലാവസ്ഥ എങ്ങനെ മനുഷ്യൻ്റെ വികാരത്തെ ബാധിക്കുന്നു എന്നുള്ള രീതിയിൽ. അങ്ങനെ കുറച്ച് അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നീട് പ്രളയത്തെ പറ്റിയൊന്നും എഴുതാതെ പ്രണയത്തെ പറ്റി എഴുതേണ്ടി വന്നു. ഓക്കെ. നമുക്ക് ഈ ഒരു നോവലിലെ റാം കുറച്ച് വ്യത്യസ്തമായ ചില ചിന്തകളൊക്കെ ഉള്ളൊരു പുള്ളിയാണ്. 10 ബോട്ടിൽ കരിങ്ങാലി വെള്ളമൊക്കെ കൊണ്ടാണ് പുള്ളി ആലപ്പുഴയിൽ നിന്ന് ചെന്നൈയിലേക്ക് എത്തിയത്. അങ്ങനത്തെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് കൊടുക്കണം എന്നുള്ളത് അഖിലിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എന്തായിരുന്നു ഈ റാമിലെ അഖിലുമായിട്ട് എങ്ങനെയെങ്കിലും നമുക്ക് റിലേറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റുമോ? എന്തെങ്കിലും സാമ്യതകളുണ്ടോ നിങ്ങൾ തമ്മിൽ? സാമ്യത ഉള്ളത് എനിക്ക് ഇവിടെ ചിരിക്കുമ്പോൾ ഒരു ഇതുണ്ട്, അത് കോഴി കൊത്തിയതാ. അപ്പൊ റാമിനെ കോഴി കൊത്തിയായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഈ കരിങ്ങാലി വെള്ളത്തിന്റെ കഥ അതെന്തായാലും സ്വന്തമായിട്ടൊരു അതെ. അതെന്താ പറഞ്ഞെ, എനിക്ക് അമ്മയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ട് എത്ര തവണ വിളിച്ചെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അങ്ങനെ വിളിക്കും. അപ്പോൾ എനിക്ക് അടുക്കളയിൽ അമ്മ എപ്പോഴും രാമച്ച ഇട്ടിട്ട് അല്ലെങ്കിൽ കരിങ്ങാലി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് വെക്കും. അപ്പൊ ഇതെനിക്ക് കുടിക്കുന്ന സമയത്ത് തരുന്ന ഒരു ഫീലുണ്ട്. വീട്ടിൽ നിന്ന് അടുക്കളയിൽ നിന്നിട്ട് ഞാൻ ഒരു മൊന്തയ്ക്കകത്താണ് കുടിക്കുന്നത്. അപ്പം ഞാൻ എന്തെടുക്കും, എവിടെയെങ്കിലും പോകുമ്പോൾ ബോട്ടിലെടുത്തിട്ട് ഞാൻ കണ്ണടച്ചിട്ടാണ് വെള്ളം കുടിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ അടുക്കളയിൽ നിൽക്കുന്നു, അമ്മ അവിടെ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ചെന്നൈ പോയപ്പോൾ ആദ്യമായിട്ട് അത്രയും ദൂരം പോകുന്നത് ഒറ്റയ്ക്ക്. അപ്പം ഞാൻ ഇതുപോലെ 10 ബോട്ടിലുമായിട്ട് പോയി. അന്ന് ബിനീഷേട്ടൻ എന്ന് പറയുന്ന അനീഷേട്ടൻ, യഥാർത്ഥ അനീഷേട്ടൻ എന്നെ കുറേ ചീത്ത പറഞ്ഞു, എന്തിനാണ് ഇത്രയും തൂക്കിക്കൊണ്ട് വന്നതെന്നും പറഞ്ഞിട്ട്. അപ്പം അതൊക്കെ ലൈഫിൽ നിന്നുള്ളതാണ്. പക്ഷേ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് പലരും എനിക്കത് പറഞ്ഞു തന്നു. ഇപ്പോൾ ദുബായിൽ തന്നെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് അച്ഛനും അമ്മേനും ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ചില ആൾക്കാർ ചിലപ്പോൾ ഒരു 5 ദിവസത്തെ ലീവിനായിരിക്കും പോകുന്നത്. എപ്പോൾ പോയിട്ട് വന്നാലും ആൾക്കാർ പറയും കഴിഞ്ഞ തവണ പോയതുപോലല്ല, ഇത്തവണ പോയിട്ട് വന്നപ്പോൾ ഭയങ്കര വിഷമം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ ചിലപ്പോൾ കുട്ടികളുടെ ടോയ്സ് ആയിരിക്കും എടുത്തുകൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ വൈഫിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരിക്കും അവരെ മിസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു തിങ് എന്ന് പറയുന്നത് വെള്ളമാണ്. അപ്പോൾ അങ്ങനെ ഓരോ ആൾക്കാർ റിലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലരും പറഞ്ഞതിൻ്റെ അകത്തുണ്ട് ബോട്ടിൽ വെള്ളം വീട്ടിൽ നിന്ന് എടുത്തിട്ട് വരും, ഞങ്ങൾ കുടിക്കുമ്പോൾ ആ ഒരു ഫീൽ കിട്ടും എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. നമുക്ക് ഈ ഒരു നോവലിലേക്ക് എത്തുന്ന സമയത്ത് ഇതിലെ ചില സ്ഥലങ്ങൾ ഇന്ന് തമിഴ്നാട്ടിലുള്ളവരെക്കാളും കൂടുതലായിട്ട് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല അവിടെയൊക്കെ പോയി ഫോട്ടോ എടുക്കുന്നു, റീല് ചെയ്യുന്നു, ഇത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിപ്പം
ഗിണ്ടി റെയിൽവേ സ്റ്റേഷൻ ആവട്ടെ, അല്ലെങ്കിൽ അയ്യപ്പൻ താങ്കലാവട്ടെ, ഇവിടെ ഒക്കെ തന്നെ ആൾക്കാർ പോകുന്നത് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. ഈ സ്ഥലങ്ങളും ഇത്രയും അധികം പോപ്പുലർ ആകുമെന്ന് അഖിൽ ഇത് എഴുതുന്ന സമയത്ത് കരുതിയിരുന്നു? ഇപ്പോൾ ഗിണ്ടി റെയിൽവേ സ്റ്റേഷൻ എനിക്കൊന്ന് റാം കെയർ ഓഫ് ആനന്ദിയുടെ ഏത് റീൽ നോക്കിയാലും നമുക്കെല്ലാം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കരുതിയിരുന്നു ഇതൊക്കെ ഇത്രയും പോപ്പുലർ ആകുമെന്ന്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബെന്യാമിൻ സാറിൻ്റെ മഞ്ഞുവിൽ മരണങ്ങൾ എന്ന് പറഞ്ഞ ഒരു ബുക്കുണ്ട്. ഇതിൽ ആരൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു ഫേവറേറ്റ് ബുക്കാണ്. യെസ്, ഒരുപാട് പേര് വായിച്ചിട്ടുണ്ട്. കേട്ടോ, ഞാൻ സത്യം പറഞ്ഞാൽ ആടുജീവിതത്തിനെക്കാളിലും കൂടുതലായിട്ട് എനിക്കിഷ്ടം അതാണ്. ഇതിന് ശേഷം ഞാൻ ഉദയം പേരൂർ എന്ന് പറഞ്ഞ എറണാകുളത്ത് ആ സ്ഥലം വഴി പോകുമ്പോൾ ഞാൻ എപ്പോഴും അതിൻ്റെ അകത്തുള്ള കഥാപാത്രം വന്ന ഒരു സെമിത്തേരിയൊക്കെ ഉണ്ട്. ഞാൻ ഇന്നലെ കൊച്ചിയിലേക്ക് ഇങ്ങോട്ട് വരുന്ന വഴിക്കും ഉദയം പേരൂർ ശ്രദ്ധിക്കും. കാരണം ആ സ്ഥലത്തിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ആ നോവലിൽ. അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് എന്തെങ്കിലും എൻ്റെ നോവലിലുള്ള സ്ഥലങ്ങൾ ആൾക്കാർ ഇഷ്ടപ്പെടണം, അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. എങ്കിലും ആദ്യമേ ഒന്നും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഗിണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ കഴിഞ്ഞിടക്ക് പോയായിരുന്നു. പല ബെഞ്ചിലും റാമു മല്ലി എന്ന് പറഞ്ഞൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഗിണ്ടിയിലും നുങ്കമ്പാക്കത്തും. അപ്പൊ അത് കാണുമ്പോൾ ഒരു മനസ്സിന് സന്തോഷം. പിന്നെ കടക്കാർക്ക് ഇപ്പൊ പലർക്കും മലയാളം അറിയത്തില്ല അവിടെ ഉള്ള. അപ്പൊ ഈ കളർ പാറ്റേൺ കാണുമ്പോൾ അവർക്ക് അറിയാം. പലരും അവിടെ വന്ന് ബെഞ്ചിൽ വന്നിരുന്ന് റീൽസ് ചെയ്ത് അപ്പൊ ആ ഒരു ഇത്. അപ്പം നമ്മൾ നടന്നിരുന്ന സ്ഥലങ്ങളിലൂടെ ആൾക്കാർ വായിച്ചതിന് ശേഷം പോകുന്ന കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എഴുത്തുകാരന് അത് ഭയങ്കര വലുതാണ്. അത് നമ്മൾ പറഞ്ഞ കഥാപാത്രത്തിൻ്റെ പേര്, നമ്മുടെ മനസ്സിൽ വന്നൊരു കഥാപാത്രം മല്ലി എന്ന് പറയുന്നത്, എനിക്ക് വേണമെങ്കിൽ പേര് മാറ്റാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നമ്മൾ ആഗ്രഹിച്ച ഒരു പേര് മറ്റുള്ളവർ അതിനെപ്പറ്റി പറയുന്നത് കേൾക്കുന്നത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് സ്ഥലങ്ങളെ പറ്റി. ഈ ഒരു നോവലിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. നമുക്ക് ഈ പറയുന്ന റാമാവട്ടെ, ആനന്ദി ആവട്ടെ, വെട്രി ആവട്ടെ, അല്ലെങ്കിൽ രേഷ്മയാവട്ടെ, ബിനീഷേട്ടനാവട്ടെ, കിരൺ ആവട്ടെ, പാട്ടി ആവട്ടെ. പക്ഷേ ഇവരൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം നേടിയത് മല്ലിക്കായിരുന്നു. എഴുതി വരുന്ന സമയത്ത് മല്ലി ഇത്രയും പ്രാധാന്യമുള്ളത്, ഇപ്പോൾ ചിലപ്പോൾ സംശയം പോലും തോന്നുന്നുണ്ട്, ആരാണ് ശരിക്കുമുള്ള നായിക, ആനന്ദിയാണോ മല്ലിയാണോ എന്ന് പോലും നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകുന്നുണ്ട്. അങ്ങനെ തന്നെ എഴുതണം എന്ന് രണ്ടു പേർക്കും തുല്യ പ്രാധാന്യം വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു? തീർച്ചയായിട്ടും. അത് എഴുതി തുടങ്ങിയപ്പോൾ തന്നെ മല്ലി പിന്നെ കവറിൻ്റെ അകത്ത് പലരും മല്ലി എന്താ ഇല്ലാത്തതെന്ന് ചോദിക്കാറുണ്ട്. മല്ലി സത്യത്തിൽ വരുന്ന കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് സർപ്രൈസിങ് ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ഏറ്റവും കൂടുതൽ മറുപടി പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. അവസാനം ഞാൻ എൻ്റെ ഹൈലൈറ്റിൽ ഇൻസ്റ്റയിൽ എടുത്തിട്ടു എന്തുകൊണ്ട് മല്ലി കവറിലില്ല എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ അത് അയച്ചു കൊടുക്കും. കാരണം നമ്മൾ എപ്പോഴെങ്കിലും റിയലായിട്ട് കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു മല്ലീനെ നമ്മൾ ഇമാജിൻ ചെയ്ത് വായിക്കാൻ വേണ്ടിയിട്ടാണ് മല്ലി എന്ന് പറഞ്ഞ ആ ഒരു സമൂഹത്തിൻ്റെ തന്നെ ഒരു ഫേസ് ആയിട്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ മല്ലി എഴുതി വന്നപ്പോൾ തന്നെ എനിക്കറിയാം ആനന്ദിനെക്കാട്ടിലും കൂടുതലായിട്ട് തന്നെ മല്ലി ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമെന്ന്. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അത് അതുപോലെ തന്നെ എടുത്തതിലും സന്തോഷമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ കഥാപാത്രങ്ങളെ പറ്റി ആൾക്കാർ പറയുന്നു, സ്ഥലങ്ങളെ പറ്റി പറയുന്നു, അതിൽ പരം സന്തോഷം നമുക്ക് വേറെ ഇല്ല കിട്ടാനായിട്ട്. സത്യം. ഈ സേലത്തു നിന്നുള്ള കാളിദാസാണ് മല്ലിയായി മാറുന്നത്. മല്ലിയുടെ ജീവിതവും മല്ലി അനിയനു വേണ്ടി ജീവിക്കുന്നതും ബുള്ളറ്റ് വാങ്ങുന്നതും ഒക്കെ നമുക്കൊക്കെ വല്ലാത്തൊരു പെയിൻ തോന്നിയിരുന്നു. മലയാളികൾ അത്തരത്തിലുള്ളൊരു കഥാപാത്രത്തെ സ്വീകരിക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു അഖിലിന് ഇത് എഴുതുന്ന സമയത്ത്? ഇല്ല, മലയാളികൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടെ ആരും ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡർ ഉപദ്രവിക്കാനായിട്ട് നിൽക്കത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലും കമൻറ്റ് പറയുമായിരിക്കും, കളിയാക്കുമായിരിക്കും. പക്ഷേ അവരെ ഞാൻ ചെന്നൈയിൽ കണ്ടിട്ടുള്ളത്, ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ കൊച്ചു കുട്ടികളില്ലേ കല്ല് പെറുക്കി വെക്കും മെറ്റൽ. എന്തിനാണെന്നറിയാം? ട്രാൻസ്ജെൻഡേഴ്സിനെ കാണുമ്പോൾ എറിയാനായിട്ട്. അവരുടെ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ളവരെ ഇത് ആക്കരുതെന്നും പറഞ്ഞിട്ട്. അങ്ങനൊരു ഇതിവിടെ ഉണ്ടോ? ഇല്ല. നമ്മുടെ മലയാളികൾ ഒരിക്കലും മക്കളോട് പറഞ്ഞു കൊടുക്കത്തില്ല, ആരെങ്കിലും ആക്രമിക്കാണ്ട് ഒരിക്കലും പറഞ്ഞു കൊടുക്കത്തില്ല. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലും മാനസിക രോഗമുള്ളവരായിരിക്കും. അപ്പോൾ എനിക്ക് മലയാളികൾ എന്തായാലും ഈ ഒരു കഥാപാത്രത്തെ ആഘോഷിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് തന്നെയാണ് ഇപ്പോൾ ആൾക്കാർ ആ മല്ലീനെ ഏറ്റെടുത്തത്. ഈ ഒരു നോവൽ വായിച്ച ആൾക്കാർക്കറിയാം ഇതിലെ ഓരോ കഥാപാത്രങ്ങൾക്കും അവരുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഇപ്പം ഈ സമോസ വിൽക്കുന്ന അമ്മച്ചി ഉൾപ്പെടെ, അല്ലെങ്കിൽ അവർ തഞ്ചാവൂർ എത്തുമ്പോഴത്തേക്ക് ഒരു ധനശ്രീ ലോഡ്ജിൽ പോകുന്നുണ്ട്, അവിടുന്ന് കാണുന്ന ആ ഒരു വയസ്സ് എന്ന ആ ഒരു അച്ഛനും അമ്മയും, ഇവർക്കൊക്കെ ഓരോ ഐഡൻറ്റിറ്റി വേണം, അവർക്കും അവരുടേതായിട്ടുള്ള കഥകളുണ്ട്. അതെങ്ങനെയായിരുന്നു മനസ്സിലേക്ക് വന്നത്? അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു? പ്രത്യേകിച്ചും ഈ ഒരു തഞ്ചാവൂരിലെ വയസ്സായ ആ അച്ഛനും അമ്മയും നമ്മളെയൊക്കെ ഭയങ്കര ടച്ച് ചെയ്യിക്കുന്നുണ്ട്, അവരുടെ ആ ഒരു ധനശ്രീ ലോഡ്ജും ആ ഒരു സ്റ്റോറിയും ഒക്കെ തന്നെ. ധനശ്രീ ലോഡ്ജിൽ ആ ഒരു മകൻ്റെ കഥയുണ്ട്. മകൻ ക്യാൻസർ ബാധിച്ചു കഴിയുമ്പോൾ ആൾ സൂയിസൈഡ് ചെയ്യുകയാണ്. ആൾ ചിന്തിക്കുന്നത് ചികിത്സിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വീടുമൊക്കെ നഷ്ടപ്പെട്ട് അവസാനം എന്നെ രക്ഷപ്പെടുത്താൻ പറ്റില്ലെന്ന്. എൻ്റെ ഫാമിലിയിൽ അങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു കസിൻ ബ്രദർ, പുള്ളിക്ക് ക്യാൻസർ ഇതുപോലെ 3rd സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്തപ്പോൾ പുള്ളി ആരോടും അങ്ങനെ പറയാൻ നിന്നില്ല, വന്ന് സൂയിസൈഡ് ചെയ്തു. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് കുറേ നാൾ ഹോണ്ട് ചെയ്തത്. നമ്മുടെ കൂടെ നടന്ന ഒരാൾ പെട്ടെന്ന് ഇല്ലാതായിരിക്കുകയാണ്. പക്ഷെ ഞാൻ അതിരുന്നിട്ട് ചിന്തിച്ചു, കാരണം അവരുടെ വീട്ടിലാണെങ്കിൽ പോലും കിടപ്പടം പണയത്തിലാണ്. അപ്പോൾ ഇനിയും ചികിത്സിക്കും അവർ.
പക്ഷേ ഡോക്ടേഴ്സ് തന്നെ ഓൾമോസ്റ്റ് പറഞ്ഞു ഏകദേശം എല്ലാം കഴിഞ്ഞിരിക്കുമായിരുന്നു പുള്ളിയുടെ കാര്യങ്ങൾ, കുടിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ ഓർത്തു പുള്ളി ചെയ്തൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഒരിക്കലും ആത്മഹത്യയെ പ്രോത്സാഹിപ്പിക്കുകയല്ല, ഞാൻ ആ ഒരു സിറ്റുവേഷൻ ഞാൻ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് എടുത്ത് നോക്കിയപ്പോൾ അങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്ന് തോന്നി. അങ്ങനെയാണ് ആ ഒരു അച്ഛൻ്റെ അമ്മയുടെ കഥാപാത്രത്തിന് മകന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയും ആ മകൻ ആ ലോഡ്ജിൽ തന്നെ സൂയിസൈഡ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഓരോ കഥകൾ അല്ലെങ്കിൽ ഇത് കിട്ടുമ്പോൾ ഞാൻ അതൊരു ഷോർട്ട് സ്റ്റോറി ആക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു നോവലാക്കാൻ പറ്റുമോ എന്ന് നോക്കും. ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് സ്റ്റോറിക്ക് ആണ്, ഒരു ജസ്റ്റ് ഒരു മൊമെൻ്റ് ആണത്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ നോവൽ ഇതുപോലെ ലോഡ്ജിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു സാധനം അതിൻ്റെ അകത്ത് ചെയ്യാമെന്ന് തോന്നി, അങ്ങനെ ആഡ് ചെയ്തതാണ്. ഓക്കെ, ഒരു പക്ഷേ ഈ റാം കെയർ ഓഫ് ആനന്ദി ഒരു സിനിമാറ്റിക് ഒരു നോവലാണെന്ന് പറയുന്നതിനുള്ള ഒരുപാട് നല്ല നല്ല സീൻസ് അഖിൽ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ നിങ്ങൾ വായിച്ചവരിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് അതൊരു സിനിമയാവുമ്പോൾ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു രംഗം എന്ന് പറഞ്ഞാൽ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് സ്റ്റുഡിയോയിൽ എത്തിയ സമയത്ത്. അന്ന് രാത്രിയിൽ അവർ ആ ഒരു വാഗമരം അതിൻ്റെ താഴെ പോയി ഇരിക്കുന്ന ആ ഒരു രംഗം, ഒരു പക്ഷേ അത് വായിച്ചവർക്കറിയാം അതിന് എത്രമാത്രം നമ്മളിത് കണ്ടു. ഞാൻ ആക്ച്വലി അതിൻ്റെയൊക്കെ ഒരു വിഷ്വൽ കാണുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവരുടെ ഈ ഒരു തെരുവിഴയും അതല്ലെങ്കിൽ ഇവർക്ക് ആ ഒരു തേനീച്ച കുത്തുന്നതും ഒക്കെ തന്നെ ശരിക്കും ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ആയിരുന്നു. അഖിലിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇതിലെ ഒരു രംഗം എടുക്കുകയാണെങ്കിൽ എന്ത് പറയുക അഖിലെ? ഇതേപോലെ സിനിമയായിട്ട് കാണണം, അതിൻ്റെ ഒരു വിഷ്വൽ ബ്യൂട്ടി നമുക്ക് കാണണം എന്ന് ആഗ്രഹമുള്ളത് ഏതാണ്? വിഷ്വൽ ബ്യൂട്ടി ആണെങ്കിൽ ആ പറഞ്ഞ ആ ഒരു വാഗമരത്തിൻ്റെ ഇതാണ്. പിന്നെ എനിക്ക് ഒരു സിനിമാറ്റിക് കാണണമെങ്കിൽ ആ ഒരു പിക്കപ്പ് വാൻ്റെ ബാക്കിൽ ഇരുന്നിട്ട് പോകുന്ന ഒരു സീനുണ്ട്. കല്ലുപെറുക്കി ചുറ്റിനും ആൾക്കാർ എറിയുകയും തിരിച്ചറിയുകയും പിന്നെ ഡബിൾ ബാരൽ ഗണ്ണെടുത്ത് വെടിവെക്കുകയൊക്കെ ചെയ്ത സാധനമുണ്ട്. ആ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സീനാണ്. പ്രൂഫ് വായിച്ചപ്പോൾ പലരും പറഞ്ഞു അതങ്ങ് തൂക്കിയേക്കാം, വേണ്ട ഒരു തമിഴ് സിനിമ കണക്ക് തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, വേണം, സിനിമാറ്റിക് നോവലാണ്, കുറച്ച് സിനിമയും വേണം, അങ്ങനെ ആഡ് ചെയ്താൽ എൻ്റെ ഫേവറേറ്റ് സീൻ അത് പറഞ്ഞണം. അതുകൊണ്ട് ഈ ഒരു പുസ്തകം എടുക്കുന്ന സമയത്ത് തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ കുറേ പ്രശ്നങ്ങളൊക്കെ പോയി ചാടിയിട്ടുണ്ടായിരുന്നു ലൈഫിൽ പലതും. ഈ പറഞ്ഞ പോലെ തിരുട്ട് ഗ്രാമത്തിലൂടെയൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ടോ അഖിലിന് എപ്പോഴെങ്കിലും? അതാണോ ആ ഒരു പ്രശ്നമെന്ന് പറയുന്നത്? ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഒരു ദിവസം രാത്രി ട്രാവൽ ചെയ്ത് വരുമ്പോൾ നല്ലൊരു 2 മണിയായിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ നക്കസേലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതും കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിലേക്ക് പോവുക, ഗൂഗിളിൽ കാണിച്ച ഒരു വഴി പോയ സമയത്ത് ഇങ്ങനെ രാത്രി പോകുമ്പോൾ ഒരാൾ വെള്ളം മുണ്ടും ചുറ്റി ഒരു തീപ്പന്തവും പിടിച്ചിട്ട് റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഞങ്ങൾ പേടിച്ചു പോയി. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് ഒരു ഹോട്ടലിൽ വന്ന് താമസിച്ചപ്പോൾ നമ്മൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇവരിങ്ങനെ ആൾക്കാരെ പേടിപ്പിച്ചിട്ട് ആൾക്കാർ ചിലപ്പോൾ മറിഞ്ഞു വീഴുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇവരുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ആക്രമിക്കുക. അങ്ങനെ കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട്. തിരുട്ട് ഗ്രാമത്തിൻ്റെ ചെറിയ ലൈറ്റ് വേർഷൻ. അപ്പോഴാണ് ഞാൻ ഈ തിരുട്ട് ഗ്രാമം ഉള്ളതാണ് പണ്ട് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷേ ഇപ്പോഴും ഉണ്ട്. വണ്ടി പൊളിച്ചുകൊണ്ട് വരിക, വണ്ടി കട്ടുകൊണ്ട് വന്നിട്ട് അവിടെ പൊളിച്ചവർ വിൽക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഹാൻഡ് പാർട്സ് ഒക്കെ ചീപ്പിൽ കിട്ടും. കാരണം അത് ആരുടെയോ വണ്ടിയാണ്, അവർക്ക് ഒരു ഇതുമില്ല, എടുത്തുകൊണ്ട് വന്നാൽ മതിയല്ലോ അങ്ങ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളെപ്പറ്റി ഞാൻ റിസർച്ച് ചെയ്തു. അങ്ങനെയാണ് പെരിയപുരം ചിന്നപുരം എന്ന് പറഞ്ഞൊരു 2 സ്ഥലങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ. പിന്നെ പോലീസ് സ്റ്റേഷൻ പൊളിച്ചൊരു സാധനമുണ്ട്. ഞാനിത് എഴുതി കഴിഞ്ഞിട്ട് മഹാഭാഗ്യത്തിന് ധനുഷിൻ്റെ ഒരു മൂവി വന്നിട്ടുണ്ടായിരുന്നു, മറ്റേ പോലീസ് സ്റ്റേഷൻ അസുര, ഞാൻ അതല്ല കുറേ ആൾക്കാരെല്ലാം കൂടെ ചെന്നിട്ട് പോലീസ് സ്റ്റേഷൻ അടിച്ചു പൊളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ധനുഷിൻ്റെ ഒരു മൂവിയുണ്ട്. പക്ഷേ ഇപ്പോഴും ആൾക്കാർ ആ മൂവി കണ്ടിട്ട് ഞാൻ അതിൽ നിന്ന് കോപ്പി അടിച്ചാന്ന് പറയും. ഞാനപ്പം ഞാൻ ഇട്ട് കൊടുക്കും, എൻ്റെ ബുക്ക് ഇറങ്ങിയ ഇയർ ഇതാണ്, മൂവി വന്ന ഇയർ ഇതാണ്. പിന്നെ ധനുഷിൻ്റെ തന്നെ വേറൊരു മൂവിയുണ്ട് ശ്രീലങ്കൻ ബേസ്ഡ് ആയിട്ടുള്ളത്, അതും പറയും അത് ഞാൻ കോപ്പി അടിച്ചെന്ന് പറയും. അപ്പം ഞാൻ പറയും ഈ മൂവി ഇറങ്ങിയ ഇയർ ഇതാണ്, ഇതിങ്ങനെയാണ്. അപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നവരുണ്ട്. ഈ ഒരു ആനന്ദിയിലേക്ക് നമ്മൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ആനന്ദിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ ഈ നോവൽ വായിച്ചവർക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഈ കഥ കൊണ്ടെത്തിക്കുന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഞാൻ അഖിലിൻ്റെ അടുത്തും നേരിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഞാനും ആദ്യം ചെയ്തത് യൂട്യൂബിൽ പോയിട്ട് ഈ ചാനലുകളിൽ ഈ പെർട്ടിക്കുലർ വാർത്തയെക്കുറിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. റിപ്പോർട്ടുണ്ട്. അപ്പോൾ അതിന് താഴെയുള്ള എല്ലാവരുടെയും കമൻറ്റുകൾ നിങ്ങൾ എത്ര പേര് വായിച്ചു എന്നറിയില്ല. പലരും ചോദിക്കുന്നുണ്ട് ആനന്ദി അവിടെ എത്തിയോ, ആനന്ദി സേഫ് ആണോ? ഞാൻ ആദ്യമായിട്ട് അറിയുന്നതായിട്ട് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അതിന് താഴെ നിങ്ങൾ യൂട്യൂബിൽ പോയി നോക്കിയാൽ മതി. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെയും മറ്റ് ചാനലുകളുടെയൊക്കെ ഈ റിപ്പോർട്ടിന് താഴെ ഇതിന് സ്പോയിലർ ആണോ ഞാനിത് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയും തോന്നുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വായിച്ചവരാണല്ലോ അല്ലേ എല്ലാവരും. അല്ലാന്ന് കുറച്ച് പേരൊക്കെ പറയണ്ട ചിലർ പറയുന്നില്ല. അതൊക്കെ വായിച്ച കളഞ്ഞേക്കാം, ആ സംഭവം പറയുന്നില്ല. പക്ഷെ ഈ ഒരു വാർത്തയ്ക്ക് താഴെ പലരും വന്ന് ചോദിക്കുന്നുണ്ട് ആനന്ദി സേഫ് ആണോ, ആനന്ദി അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്.
അഖിൽ ഇനിയിപ്പോൾ പോയി നോക്കണം എന്തായാലും ഞാൻ യൂട്യൂബിൽ പോയിട്ട്. തീർച്ചയായിട്ടും നോക്കും. ഞാൻ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കരുതുന്നുണ്ടോ? നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ആനന്ദിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയാനായിട്ട്. അഖിൽ എഴുത്തുകാരനല്ല, ഒരു വായനക്കാരെന്നുള്ള നിലയിലാണെങ്കിൽ അഖിലും ആഗ്രഹിക്കുമായിരുന്നു. എന്തായിരുന്നു? ഞാൻ എല്ലാ വർഷവും മുനമ്പത്ത് പോകാറുണ്ട്. ആ ഒരു സമയത്ത് അതെയല്ലേ? പോകാറുണ്ട്. എനിക്ക് അവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു ഫീല് കിട്ടും. അതുപോലെ തന്നെ ഈ സമയമാകുമ്പോഴേക്കും ചില സമയം ഓൺലൈൻ മീഡിയയിലൊക്കെ ഇത് വരും. ഇതുവരെ അതിന് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. പോലീസ് ഇതുപോലെ തന്നെ പലയിടത്ത് പോയി അന്വേഷിച്ചു. കുറെ പൈസ പോയതല്ലാതെ അതും കിട്ടിയിട്ടില്ല. അപ്പം ഞാനും ക്യൂരിയോസിറ്റി ആയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് ഇതിൻ്റെ റിസൾട്ട് എന്താണ് അതിൻ്റെ അന്വേഷണത്തിൻ്റെ ലാസ്റ്റ് എന്ന് അറിയാനായിട്ട്. അപ്പോൾ ആസ് എ റീഡർ അങ്ങനെയാണ്. ഓക്കെ, ഈ ഒരു നോവൽ എഴുതുന്നതിന് മുൻപ് 2 കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു. അഖിലിൻ്റെ ഈ യാത്രകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില ഒബ്സർവേഷൻസ് ഒക്കെ തന്നെയാണോ അഖിലിനെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നത് ഒരു കഥ മെനയാനായിട്ട്? ആദ്യത്തെ 2 നോവലിലും പിന്നെ ഒന്ന് ഓജോ ബോർഡ് ഹൊററാണ്. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. രണ്ടാമത്തെ മെർക്കുറിയൽ ഞാൻ പറഞ്ഞില്ലേ, കൊച്ചിലോട്ടുള്ള ആ ഒരു തോട്ട്സ് എല്ലാം കൂടെ ഉള്ള ഒരു സംഭവമാണ്. മൂന്നാമത്തെ വന്നപ്പോഴേക്ക് ഈ 2 നോവൽസിന് റിവ്യൂസ് വരുന്നത് ഇവന് കളിക്കുടുക്ക സാഹിത്യം മാത്രമേ എഴുതാൻ അറിയത്തുള്ളൂ, ഇവന് അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കഥാപാത്രത്തിന്റെ നിർമ്മിതി ഇവൻ അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇന്ന് ഫേസ്ബുക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, എന്തൊക്കെയാണ് ആൾക്കാർ ഇന്ന് റാം കെയർ ഓഫ് ആനന്ദിനെ വെട്ടിമുറിച്ചോണ്ടിരിക്കുകയാണ് ഒരു ഗ്രൂപ്പിൽ. ഒരു ഫേമസ് ഗ്രൂപ്പിലാണ്. ഞാനിപ്പോൾ ഹോട്ടലിൽ ഇരുന്നിട്ട് അതിങ്ങനെ വായിച്ചിട്ട് വരികയാണ്. അതിൻ്റെ അകത്ത് ഒരു റൈറ്റർ പറയുന്നത് ഇത് പുസ്തകമല്ല, എന്നിട്ട് അത് കമ്പയർ ചെയ്യുന്നത് മദ്യമായിട്ടാണ്. ജവാന്റെ മദ്യം ലോക്കൽ ആയതുകൊണ്ട് ആൾക്കാർ വാങ്ങി വായിക്കുന്നു. അതുപോലെ തന്നെ റാം കെയർ ഓഫ് ആനന്ദിന്ന് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അതായത് ഒരു മദ്യമായിട്ടാണ് എൻ്റെ പുസ്തകത്തിനെ കമ്പയർ ചെയ്യുന്നത്. ലോക്കൽ മദ്യം അത്രയും വിറ്റ് പോകുന്നതുകൊണ്ട് എൻ്റെ ബുക്ക് അങ്ങനെ വിറ്റ് പോകുന്നു. ഞാൻ അയാളുടെ പ്രൊഫൈൽ കയറി നോക്കിയപ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ മാസം കൂടെ ബുക്ക് എഴുതിയ ഒരാളാണ്. അദ്ദേഹത്തിന് അറിയാൻ പറ്റത്തില്ലേ ഒരു ബുക്ക് എഴുതുന്നതിനുള്ള ഒരു വേദന, അല്ലെങ്കിൽ അതൊരു മദ്യമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? അതിൻ്റെ താഴെ വന്ന ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ സർക്കാസം നന്നായിട്ടുണ്ടെന്നും പറഞ്ഞിട്ട്. അതിനും ആൾക്കാർ അയാൾ വന്ന് തെരുവറയാണ്. ഞാൻ അദ്ദേഹത്തെ ഇതിന് മുൻപും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, ഒരു റൈറ്റർ തന്നെയാണ്. അതുപോലെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അത് ചില സമയം സങ്കടം വരും. നമ്മൾ ഒരു സൃഷ്ടിയല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഒരു സമൂഹത്തിന് വേണ്ടി മോശമായിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ ആരെയും ഒന്നും അറ്റാക്ക് ചെയ്യുന്നില്ല, ഒന്നുമില്ല, പുസ്തകം എഴുതുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ആൾക്കാർ എന്തിനാണ് ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആവുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് കാണാം അതിൻ്റെ കമൻസ് ഭയങ്കര മോശമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇത്തരത്തിലുള്ള ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരിക്കും. ഒരു പക്ഷേ താങ്കൾ പല ഇൻ്റർവ്യൂസിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, പലരും താങ്കളുടെ ഈ ഒരു എഴുത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വളരെ ക്രിഞ്ചാണെന്നുള്ള വാക്ക് പോലും ചിലർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ എങ്ങനെയാണ് അഖിൽ ഡീൽ ചെയ്യുന്നത്? അങ്ങനത്തെ ഒരുപാട്, ഇപ്പം ഒരാളുടെ കമൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അഖിൽ ഇതിനെയൊക്കെ ഡീൽ ചെയ്യുന്നത്? ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു നോവലാണ്, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു ഇൻവിറ്റേഷൻ വന്നപ്പം ഒരു സംശയവും കൂടാതെ ഞാൻ ഇവിടേക്ക് എത്തിയത്. അതുകൊണ്ട് ഞാൻ പറയാം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ഇത് വായിച്ചപ്പോഴത്തേക്ക്. എങ്കിലും ഞാൻ അഖിലിനോട് ചോദിക്കേണ്ടത്, അഖിൽ എങ്ങനെ ഇതിനെ ഡീൽ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കമൻറ്റുകളൊക്കെ കാണുമ്പോഴത്തേക്ക്? നമുക്ക് ഭയങ്കര സങ്കടം വരും. എത്രയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സാധനത്തിന് നമ്മൾ കുറ്റം പറയുമ്പോൾ നമുക്ക് സങ്കടം വരും. പിന്നെ ആ സമയത്ത് ഞാൻ ചിന്തിക്കും, ഒരാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, കുറ്റം പറയാനും പറയാതിരിക്കാനും ഉണ്ട്. അപ്പോൾ അതങ്ങനെ വിടും. ആദ്യമേ സങ്കടം വരുമ്പോൾ പിന്നെ ഞാൻ അത് വിചാരിച്ചിട്ട് അയാളുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ മാനിക്കണം എന്ന് വിചാരിച്ച് നമ്മളത് വിടും. പക്ഷെ ചില ആൾക്കാർ, ഈ കഴിഞ്ഞ ദിവസം റേഡിയോ മാങ്കോടെ ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്തേ ഹോർത്തൂസിന്, അതിന് വന്നിട്ട് എൻ്റെ ശബ്ദത്തിനെ പറ്റി പറയാം, നിൻ്റെ ശബ്ദം എന്താണ് ഇങ്ങനെ ആയി പോയത്. അപ്പം ഞാൻ ആലോചിക്കുന്നത് എൻ്റെ ശബ്ദം മാറ്റാൻ പറ്റുമോ? പിന്നെ ഞാൻ ഇടുന്ന വസ്ത്രങ്ങളെ പറ്റി അങ്ങനെ ബോഡി ഷേമിങ് ഉൾപ്പെടെ ചെയ്തു വരുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ആലോചിക്കും, ഞാനൊരിക്കലും ഒരു ആക്ടറോ അങ്ങനെയുള്ള ആളൊന്നുമല്ല. അങ്ങനെയല്ല എനിക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ശബ്ദം എനിക്ക് മാറ്റാൻ പറ്റുമോ? എനിക്ക് ഭയങ്കര ഇങ്ങനെ തൊണ്ട ഇങ്ങനെ പിടിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല ഇൻ്റർവ്യൂസിന്. അപ്പം അങ്ങനെ മെൻ്റലി അങ്ങനെ ഹരാസ് ചെയ്യുക, നമ്മളെ എങ്ങനെ ഇല്ലാതാക്കുക, അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർക്ക് എന്ത് സുഖമാണ് കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. സത്യമായിട്ട് സങ്കടം വരും നമുക്ക്. ആദ്യമേക്ക് ഞാൻ കുറേ നാൾ ഡിപ്രസ്ഡ് ആവുമായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു അങ്ങനെ കുഴപ്പമില്ല, ആൾക്കാർ അറ്റാക്ക് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കും. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഒരു കഥ പറഞ്ഞു തന്നു. നമ്മളിങ്ങനെ രാത്രി നടന്നു പോകുമ്പോൾ കുറേ തെരുവ് പട്ടികളുണ്ട്, അവർ നമ്മുടെ നേരെ കുറച്ചുകൊണ്ട് ചാടും. നമ്മളെല്ലാത്തിനും എറിയാൻ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ എറിഞ്ഞെറിഞ്ഞ് പോകത്തുള്ളൂ, നമ്മൾ വീട്ടിലെത്തത്തില്ല. നമ്മുടെ വീട്ടിലേക്ക് എത്തുക എന്നാണ് നമ്മുടെ ലക്ഷ്യം, വീട്ടിലേക്ക് നടന്നു പോവുക, അത്രേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് നടന്നു പോകും. ഓക്കെ, അവരോടൊക്കെ പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, DC ബുക്സ് ഇറക്കുന്ന ഈ ഒരു പുസ്തകം 3 ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അതിനൊരു കൈയടി കൊടുത്താലേ പറ്റുള്ളൂ. കാരണം അതും ഈ ഒരു വർഷം തന്നെ വലിയൊരു സെയിലാണ് ഈ ഒരു പുസ്തകത്തിന് നടന്നത്.
അഖിലെ, അത് വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ്. താങ്കളുടെ ഈ ഒരു പ്രായത്തിൽ ഇത്രയും അധികം റീച്ച് എത്തുക എന്ന് പറയുന്നത്. ഇത്രയും അധികം കോപ്പികൾ വിറ്റുപോകുമെന്ന് മനസ്സിൽ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു? കാരണം ആദ്യത്തെ പുസ്തകം സ്വന്തമായിട്ട്, അല്ലെങ്കിൽ വായനക്കാരെല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് ആലപ്പുഴ ശ്മശാനത്തിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ലോഞ്ച് നടന്നത്. അവിടുന്ന് ഇത്രയും അധികം ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റുപോകുന്ന ഒരു പുസ്തകത്തിന് എഴുത്തുകാരനായിട്ട് മാറുന്ന ആ ഒരു ജേണി സ്വപ്നം കണ്ടിരുന്നോ അഖിലെ? ഇല്ല, സത്യമായിട്ടും ഇല്ല. ഞാൻ എൻ്റെ വീട് ഒരു സാധാരണ വീടാണ്. എൻ്റെ അച്ഛൻ കൂലിപ്പണിക്കാരനാണ്. അപ്പോൾ എനിക്ക് സ്വപ്നങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ടെന്ന് ജീവിച്ചു വന്ന ഒരാളാണ് ഞാൻ ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മളെ കൊണ്ട് അത് സാധിക്കത്തില്ലെന്ന് തന്നെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം എൻ്റെ ഫാമിലിയിൽ എനിക്ക് ഗൈഡൻസ് കിട്ടാനായിട്ട് ഒരാളില്ല, ലൈബ്രറി മെമ്പർഷിപ്പ് പോലും ഇല്ല. എൻ്റെ ഈ ബുക്സ് പോലും ഇപ്പോഴും വീട്ടിലാരും വായിച്ചിട്ടൊന്നുമില്ല, ഈ 3 ബുക്സും. അതെയോ? അതെ. എന്നിട്ട് അത്രയും വായനശീലം ഇല്ല വീട്ടിൽ. എനിക്ക് തോന്നുന്നു അമ്മ വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഒരു ഇതിൽ നിന്നിട്ടാണ് ഞാൻ വരുന്നത്. അപ്പം ഞാനിങ്ങനെ ഈ ഓരോ പബ്ലിഷിംഗ് കമ്പനികളിൽ പോയിട്ട് നിരാശനായിട്ട് തിരിച്ചു വരുമ്പോഴൊക്കെ വിട്ടേക്ക് എന്നുള്ളത് മാത്രമാണ് കേൾക്കുന്നത്. കൂട്ടുകാരാണെങ്കിൽ ഈ പറഞ്ഞ 1-2 കൂട്ടുകാർ മാത്രമേ നമ്മളെ കഥ വായിച്ച് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവർ നിനക്ക് വേറെ പണിയില്ല എന്നാണ് ചോദിക്കുന്നത്. ഈ കാലത്ത് ആരെങ്കിലുമൊക്കെ റൈറ്റർ ആവാനായിട്ട് ആഗ്രഹിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഞാനപ്പോൾ എനിക്ക് അതിൻ്റെ വാശിക്ക് ഞാൻ പോയി ടാറ്റു ചെയ്തു എൻ്റെ കയ്യിൽ റൈറ്റർ എന്ന് പറഞ്ഞിട്ട്. ഞാനപ്പോൾ എനിക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് കളിയാക്കാൻ തുടങ്ങി. ഒരിടക്ക് ഞാൻ ഹാഫ് കൈ ഷർട്ട് എടുത്തില്ലായിരുന്നു, ഞാൻ മടക്കി വെക്കത്തുമില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെന്നെ കളിയാക്കും. ഇത് എൻ്റെ ചുറ്റുപാടെന്ന് പറഞ്ഞാൽ, എൻ്റെ നാടെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എന്നെ ആക്രമിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. റൈറ്റർ ആവണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസൾട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പം അതേ നാട്ടുകാരാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും എൻ്റെ സുഹൃത്താണവൻ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കുകയും സൈൻ മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അതെൻ്റെ എന്നോട് തന്നെയുള്ളൊരു റിവെഞ്ചാണ് അത്. അതായത് ഇന്ന ധർമ്മേന എന്ന് പറഞ്ഞ ഒരു കൂലിപ്പണിക്കാരൻ്റെ മകന് സാധിക്കാൻ പറ്റുമെന്ന് ഞാൻ മറ്റുള്ളവരോട് കാണിച്ചു കൊടുക്കുന്ന എൻ്റെ ഒരു പ്രതികാരം തന്നെയാണത്. പക്ഷേ ഇത്രയും അധികം കോപ്പികൾ വിൽക്കുമ്പോഴത്തേക്ക് അഖിലിന് ചിലരോടെങ്കിലും ഒരു കടപ്പാടുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഈ ഒരു പുസ്തകം ഈ ഒരു രൂപത്തിലെത്തുന്ന സമയത്ത് മനസ്സിൽ ആദ്യം വരുന്ന കുറച്ച് പേരുകളുണ്ടെങ്കിൽ ആരുടെയൊക്കെ പേരുകളായിരിക്കും അഖിൽ പറയുന്നത്? എനിക്ക് ആദ്യം തന്നെ മാർക്ക് സുക്കർബർഗിനാണ് എനിക്ക് പറയാനുള്ളത്. ഫേസ്ബുക്ക് എന്ന് പറഞ്ഞൊരു പേര് തന്നല്ലോ. അല്ല, എൻ്റെ ബുക്ക് എടുത്ത് ഞാൻ കാണാം. എൻ്റെ ബുക്കിൻ്റെ ഫസ്റ്റ് നന്ദി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയാം. അദ്ദേഹത്തിന് എന്നെ അറിയത്തില്ല, പക്ഷെ ഞാൻ നന്ദി പറയും. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടിയല്ലോ. അല്ലെങ്കിൽ എന്ത് ചെയ്യും ഞാൻ? എൻ്റെ കഥകൾ എത്താനായിട്ട് ഞാൻ എല്ലായിടത്തും അയച്ചു കൊടുത്ത് റിജക്റ്റ് ചെയ്തിട്ടൊരു സാധനമാണ്. പിന്നെ നന്ദി പറയാനുള്ള ആൾക്കാരുടെ പേര് അതിൻ്റെ അകത്തുണ്ട് കൃത്യമായിട്ട്. ഫസ്റ്റ് ബുക്കിൽ നന്ദി പറയുന്ന ആൾക്കാരുടെ ഇപ്പോഴും ലാസ്റ്റ് ബുക്കിലും ഉണ്ട്. കാരണം ഇത് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ എൻ്റെ ഫസ്റ്റ് ഓജോ ബോർഡ് പുറത്തിറങ്ങുന്നത്. എൻ്റെ കയ്യിൽ ആ സമയത്ത് പൈസ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഠിക്കുകയാണ്. അപ്പം ഈ 37 ചാപ്റ്റർ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരാൾ കമൻറ്റ് ഇട്ടു, ഇത് ബുക്കാക്കി കൂടെ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് എൻ്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോയിട്ട് ഓജോ ബോർഡ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഞാൻ അറിയാതെ തുടങ്ങി. അവരുടെ കയ്യിൽ നിന്ന് 100-50 നമ്മൾ ആരെങ്കിലും പൈസ വെറുതെ ഒരാൾക്ക് കൊടുക്കുമോ? ഇല്ല. ഒരു പ്രതീക്ഷയാണ്, ഇവനൊരു ഭാവിയുടെ പ്രതീക്ഷയാണെന്ന് തോന്നിയിട്ട് 50-100 വെച്ച് ഇട്ട ആൾക്കാരൊക്കെ ഉണ്ട്. പ്രവാസികൾ ഒരുപാട് പേര് 2000 രൂപയ്ക്ക് ഇട്ട് കൊടുത്തവരുണ്ട്. അങ്ങനെ ഈ വിഷ്ണു ഷാജി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കമൻറ്റ് ഇട്ട ആൾ വഴി എൻ്റെ അക്കൗണ്ട് സംഘടിപ്പിച്ച് 50,000 രൂപ അന്ന് ഇട്ട് തന്നു എനിക്ക് 2014 കാലഘട്ടത്തിൽ. അപ്പോൾ അവരാ തന്നൊരു കോൺഫിഡൻസ് ആണ് സത്യത്തിൽ ഇതുള്ളത്. അവരെയൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ എൻ്റെ സുഹൃത്തുക്കൾ എപ്പോഴും വായനക്കാരാണ്. അവരുമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാമെന്ന് തോന്നിയിട്ടുണ്ട്. നമ്മൾ തളരുന്ന സമയത്ത് നമ്മുടെ ബാക്ക് ബോണായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല. എൻ്റെ ബുക്ക് എടുത്ത് നന്ദി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഒരു റാം കെയർ ഓഫ് ആനന്ദി നോവലിൻ്റെ ഒരു പക്ഷേ എല്ലാം നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇതിൻ്റെ കവർ അതൊരു സ്പെഷ്യൽ ഒരു കയ്യടി കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ഇലക്ഷൻ സമയത്തും അല്ലാതെയും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ പല രീതിയിൽ നമ്മൾ അതിൻ്റെ പല ഡിസൈൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഹരിൻ ആയിരുന്നു ഇത്. താങ്കളുടെ കൂട്ടുകാരൻ തന്നെയാണ് അല്ലേ? കൂട്ടുകാരൻ തന്നെയാണ്. എത്ര പേര് വിശ്വസിക്കുമെന്നറിയില്ല. 1 രൂപ എൻ്റെ വാങ്ങിച്ചിട്ടില്ല. ഇല്ല, കുഴിമന്തി വാങ്ങിക്കൊടുക്കും. അതാണ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പം എൻ്റെ പുതിയ ബുക്കിൻ്റെ കവർ അവനാണ് ചെയ്തത്. നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ അതേപടി തിരിച്ച് ഇങ്ങോട്ട് കയറും. പോയി. ഓക്കെ. അപ്പം നമ്മുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഹരിണ്ണ എനിക്ക് കിട്ടിയത് കഥ എഴുത്ത് വായനയിലൂടെയാണ് കിട്ടിയത്. ഇതിൻ്റെ കളർ പാറ്റേൺ സെലക്ട് ചെയ്തിട്ടുള്ളത് വിഷ്ണു എന്ന് പറഞ്ഞാൽ അവനെ എനിക്ക് കിട്ടിയത് കഥ എഴുത്തിലൂടെയാണ് കിട്ടിയത്. അപ്പോൾ എൻ്റെ ട്രഷർ എന്ന് പറയുന്നത് എൻ്റെ വായനക്കാർ തന്നെയാണ്, എൻ്റെ ഫ്രണ്ട്സാണ്. ഇപ്പോൾ ഇതിനെ കോപ്പി ചെയ്തുകൊണ്ട് പല ഡിസൈൻസൊക്കെ നിങ്ങളൊക്കെ കാണാറുണ്ടോ? ഹരിനും അല്ലെങ്കിൽ അഖിലും ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഇലക്ഷൻ്റെ സമയത്തും അല്ലാതെയും ഒക്കെ തന്നെ ഈ ഒരു പാറ്റേണിലാണ്. ഈവൻ പല ബ്രാൻഡുകൾ പോലും ഈ ഒരു പാറ്റേണിൽ അവരുടെ പരസ്യങ്ങൾ ഇറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്ത് തോന്നുന്നു? മനസ്സിൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണോ? അല്ല, ആ സമയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല എന്താ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഒരു ബുക്ക് ഇങ്ങനെ നമുക്ക് എന്തും നമുക്ക് വൈറലാവാം. ഇപ്പോൾ ഒരാളുടെ പാട്ട് വൈറലാവാം, ഡാൻസ് വൈറലാവാം. പക്ഷെ ഒരു പുസ്തകം വൈറലാവുക എന്ന് പറഞ്ഞാൽ അത് വായിച്ചതിന് ശേഷമാണ്. പിന്നെ ആൾക്കാർ ഫോട്ടോ എടുത്തൊക്കെ ചുമ്മാ ഇടുന്നവരുണ്ട്. എങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ വായിച്ചിട്ട് റിവ്യൂ ഇടുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്രാൻഡ് ലുലു പോലുള്ള ബ്രാൻഡുകൾ, ടൈറ്റാൻ വാച്ച്, മിൽമ, അമൂല്, ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാനും ഇവനും വിഷ്ണു ഹരിനും ഇവനായിട്ട് ബീച്ചിൽ പോയിരിക്കും.
ഞങ്ങൾ പരസ്പരം നോക്കും എന്താണ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. സത്യം അങ്ങനെ ഒരു ആ സമയം എനിക്കറിയില്ല, ലക്കും ഉണ്ട് അതിൻ്റെ അകത്ത്. ചിലർ പറയും PR വർക്കാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ ബുക്കും പൈസ ബുക്ക് നമുക്ക് PR വർക്ക് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും ഇല്ലേ? പക്ഷേ എനിക്ക് തോന്നുന്നില്ല, ഞാൻ PR വർക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ DC ബുക്സ് ഒരു പ്രണയദിനത്തിൽ അവരൊരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, ക്യാമ്പയിൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് തന്നെ കയറിയിട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഞാനും ബുക്സ് ഒരിക്കലും ഒരാൾക്ക് 1 രൂപ പോലും കൊടുത്തിട്ട് നമ്മൾ PR വർക്ക് ചെയ്തിട്ടില്ല. പലരും അങ്ങനെ തെറ്റിദ്ധാരണയുണ്ട്. ഓക്കെ, നമുക്ക് തിരിച്ച് ഒന്നുകൂടി റാം കെയർ ഓഫ് ആനന്ദിയിലേക്ക് തന്നെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളിൽ പല ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ നമ്മൾ ഇവരെക്കുറിച്ചൊക്കെ പറഞ്ഞു. ആനന്ദി ആവട്ടെ, അല്ലെങ്കിൽ ഈവൻ രേഷ്മയാവട്ടെ, രേഷ്മയ്ക്കും രേഷ്മയുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. അല്ലെങ്കിൽ പാട്ടി തീർച്ചയായിട്ടും വളരെ ഫേവററ്റ് ആണ്, അതിലേക്ക് നമുക്ക് എത്തണം. പക്ഷേ എങ്കിലും മല്ലി ആവട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സമോസ വിൽക്കുന്ന അമ്മൂമ്മയാവട്ടെ, എല്ലാവരും ഉണ്ട്. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇത്രയും അധികം പ്രാധാന്യം, ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള നിലപാടും അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടും ഒക്കെ ആയിട്ടാണ് മുൻപോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതങ്ങനെ തന്നെ വേണം എന്നുള്ളത് അഖിലിൻ്റെ ഒരു നിർബന്ധമായിരുന്നോ? അങ്ങനെ നിർബന്ധമായിട്ടൊന്നുമല്ല, അങ്ങനെ എഴുതിയപ്പോൾ അങ്ങ് വന്നു പോയത്. പിന്നെ എനിക്ക് പ്രായമുള്ളവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അച്ഛന്മാരെ അമ്മമാരെയൊക്കെ ഇഷ്ടമാണ്. ഞങ്ങളുടെ ആലപ്പുഴ ബൈപ്പാസിൻ്റെ അവിടെ പണി നടക്കുകയാണ് ഇപ്പോൾ, കുറച്ചുകൂടെ ഇതായി. അപ്പോൾ അവിടെ കുറേ അപ്പൂപ്പന്മാർ വന്നിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്ന സമയമാണ്. അപ്പം നമുക്ക് ടേൺ ഉണ്ട് ഇങ്ങനെ. അപ്പം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഇവരുടെ സംസാരം കേൾക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഗൂഗിളിലോ എവിടെയും കിട്ടാത്ത കുറേ കാര്യങ്ങൾ ഇവർ പറയും. നാട്ടിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, ചരിത്രങ്ങളൊക്കെ പറയും. ചിലപ്പോൾ ഈ ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത കാര്യങ്ങൾ വരെ ഇവരുടെ വായിന്ന് കേൾക്കും. അപ്പോൾ അന്നോട്ട് പിന്നെ ഞാൻ ഇച്ചിരി വളർന്നു വന്നപ്പോൾ തന്നെ എൻ്റെ അമ്മൂമ്മ എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു കെയറൊന്നും എനിക്ക് അമ്മൂമ്മയുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല. ഞാൻ എവിടെയെങ്കിലും കൂട്ടുകാരുടെ വീട്ടിൽ ചെന്ന് അവരുടെ അമ്മൂമ്മ ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ മുറിയിലേക്ക് ആദ്യമേ പോകുന്നത്. ഞാൻ അവിടെ പോയി കുറച്ച് നേരം വർത്താനം പറയും. പിന്നെ ഇവരുടെ കൈ പഞ്ഞി പോലായിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അത് ഭയങ്കര രസം പിടിക്കാനൊക്കെ ആയിട്ട്, കെട്ടിപ്പിടിക്കാനും നല്ല ഭയങ്കര ഒരു എണ്ണയുടെയൊക്കെ മണം ഉണ്ടാവും അവർക്ക്. അപ്പോൾ എനിക്ക് അമ്മമാരെന്ന് പറയാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മൂമ്മമാർ. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കഥാപാത്രമായിട്ട് പാട്ടി ഒരാൾ വേണം. എൻ്റെ ആ കെയറും ലവും എല്ലാം ഞാൻ ആ പാട്ടിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള പല അമ്മമാരുടെയും ഇത് വെച്ചിട്ടാണ് ഞാൻ പാട്ടീനെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ രേഷ്മ എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അതുപോലെ തന്നെ വെട്രി എന്ന് പറയുന്ന കഥാപാത്രം എൻ്റെ കൂടെ പഠിച്ചതാണ്. അവൻ്റെ ഇങ്ങനെ ഒരു പെങ്ങളുണ്ട്. ഇച്ചിരി നമ്മുടെ കൂട്ടത്തിൽ ഇച്ചിരി ബഹിലി പിടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവും. അതെല്ലാവരും നമ്മളെ എൻ്റർടൈൻ ചെയ്യും. എൻ്റർടൈൻ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരിടത്ത് ടൂറ് പോവാണ്, അവരില്ലാതെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഫാമിലി ഫംഗ്ഷൻ ഉണ്ട്, അവരില്ലെങ്കിൽ നമുക്ക് ആപ്പടെ ഡെസ്പായിരിക്കും. അങ്ങനെ ഒരു കഥാപാത്രത്തെയാണ് രേഷ്മയായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെയൊക്കെ ഫാമിലിയിൽ അങ്ങനെ ആരെങ്കിലും അല്ല, നമ്മുടെ സർക്കിളിൽ ഒരാളുണ്ടാവും ഇത്തിരി ഒരു ബഹിലി. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള കഥാപാത്രമാണ് ഇത്. പിന്നെ മല്ലി സ്ട്രോങ് ആയിട്ടുള്ളതാണ്. പിന്നെ ആനന്ദി പറഞ്ഞിട്ടുള്ളത് നല്ല സ്റ്റഡി ചെയ്ത് എഴുതിയ ഒരു കഥാപാത്രമാണ്. ആനന്ദിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് എത്രമാത്രമായിരുന്നു? കാരണം ആനന്ദി ഒരുപാട് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. നമ്മളിത് നോവൽ വായിക്കുന്ന സമയത്ത് അറിയാം, പുള്ളിക്കാരി സ്വന്തമായിട്ട് ഇവൻറ്റ് നടത്തുന്നു, അല്ലെങ്കിൽ ഈവൻ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നു, അത് അല്ലെങ്കിൽ പൂക്കൾ വിൽക്കാൻ പോകുന്നു, എന്തൊക്കെയുണ്ടോ അതെല്ലാം പുള്ളിക്കാരി ചെയ്യുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും ചെന്നൈയിലെ ജീവിതത്തിൽ കണ്ടിരുന്നോ എങ്കിൽ? ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ പോയെന്ന് പറഞ്ഞില്ല, ചെന്നൈയിലേക്ക് പോയ സമയത്ത് എൻ്റെ പൈസ ഇല്ല. അവിടുത്തെ ഫുഡ് ഒക്കെ കഴിച്ച് നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു തുകയുടെ ഒരു ആവശ്യമുണ്ട്. അപ്പം ഞാൻ അവിടെ എന്തെങ്കിലുമൊക്കെ ജോലികൾക്ക് പോകും. ഇപ്പോൾ ചേട്ടൻ ഫോട്ടോ എടുക്കുന്നല്ല, അപ്പോൾ കൂടെ ഫ്ലാഷ് പിടിക്കാനോ ലൈറ്റ് പിടിക്കാനൊക്കെ പോകാറുണ്ട്. ഇവൻസിന് ബലൂൺ വീർപ്പിക്കാൻ പോകാറുണ്ട്, പച്ചക്കറി അരിയാൻ പോകാറുണ്ട്. ഇപ്പോൾ ഈ ചെല്ലുന്ന സമയത്തൊക്കെ ഞാൻ ചെല്ലുമ്പോൾ 5-6 പണികൾ ചെയ്യുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവരുടെയൊക്കെ വീട്ടിൽ അങ്ങനെയുള്ള സാഹചര്യമായിരിക്കും. അപ്പം ഞാൻ ആലോചിക്കുന്നത്, അയ്യോ എൻ്റെ ദൈവമേ, ഞാൻ ഇത്രയും പണികൾ ചെയ്യുന്നില്ല, എൻ്റെ നടുവൊടിഞ്ഞല്ലോ എന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ ഇരട്ടി പണിയുന്ന ആൾക്കാരുണ്ട് അവിടെ. അപ്പം എനിക്ക് തോന്നി ചെന്നൈയിൽ വന്നിട്ട് ഇങ്ങനെ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ ആനന്ദിയെ പോലെ തന്നെ വന്നു പെട്ടിട്ടുള്ള കുറേ ആൾക്കാരും ഉണ്ട്, ഐഡൻറ്റിറ്റി ഇല്ലാത്ത. അപ്പം എനിക്ക് തോന്നി അങ്ങനെ ഒരു കഥാപാത്രം അങ്ങനെ നടക്കുന്നതായിരിക്കണമെന്ന്. ഓക്കെ, ഇപ്പോൾ ഇതൊരു സിനിമാറ്റിക് നോവലാണ്. 2018 ഇതിന് മുൻപാണ് ചെയ്തത് എങ്കിൽ പോലും ഇപ്പോൾ ഇതൊരു സിനിമയാകുന്നു എന്നുള്ള ആ ഒരു വാർത്തകളൊക്കെ നമ്മൾ അറിയുന്നൊരു സമയമാണ്. ഒരുപാട് പേരിപ്പം അഖിലിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ സിനിമയ്ക്ക് വേണ്ടി എഴുതാൻ വേണ്ടിയിട്ട്. ഉണ്ടോ ആദ്യത്തെ ഒരു സിനിമ അത് ഒന്ന് അവിടെ നിന്ന് തടഞ്ഞു പോയത് കൊണ്ടുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ എങ്ങനെയാണ് ആൾക്കാർ വരുന്നുണ്ടോ അഖിലിൻ്റെ അടുത്തേക്ക് സിനിമ എഴുതിക്കാൻ വേണ്ടിയിട്ട്? സിനിമ വരുന്നുണ്ട്, ഡയറക്ടേഴ്സ് വന്നിട്ട് അപ്രോച്ച് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ എഴുതുന്നവരുണ്ടെങ്കിൽ വിചാരിക്കുക, നമ്മൾ എന്തെങ്കിലും ആവുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ത്രെഡുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഒരു 10-20 ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ ആ സമയത്ത് അങ്ങനെ ചെയ്തില്ല. ഞാൻ ഒരെണ്ണത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരാളായിരുന്നു. അരുൺ ഗോപി എന്ന് പറഞ്ഞ ഡയറക്ടറിനെ അറിയാമല്ലോ. പുള്ളി ഒരു ദിവസം ഞങ്ങളിങ്ങനെ മീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ചോദിച്ചു, കഥ പറഞ്ഞോ? അപ്പം ഞാൻ പറഞ്ഞു, എന്ത് കഥ? അപ്പോൾ പറഞ്ഞ് റാം കെയർ ഓഫ് ആനന്ദി അല്ലാതെ മനസ്സിലുള്ളത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ മനസ്സിലൊന്നുമില്ല. എന്താടാ അങ്ങനെ? ഞാൻ പറഞ്ഞ്, ഇല്ല, കൊള്ളാം,
10-15 കഥയായിട്ടാണ് പിള്ളേർ വന്ന് കഥ പറയാനിരിക്കുന്നത്, നീ എന്താ അങ്ങനെ ചെയ്യാഞ്ഞേ? അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ശരിയാണ്, ഒരുപാട് പേര് ത്രെഡ് കൂട്ടി വെക്കാറുണ്ട്. അപ്പം നമ്മൾ ഈ മറ്റേന്തോ സമ്പത്ത് കാലത്ത് കാപത്ത് വെച്ച് കഴിഞ്ഞാൽ ആപത്ത് കാലത്ത് ഇല്ലേ, അങ്ങനെയില്ല, തൈപത്ത് വെച്ചാൽ മാറിപ്പോയി. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ വർക്ക് ചെയ്യാനായിട്ട് തോന്നും. ആ സമയത്ത് ഇഷ്ടംപോലെ കഥ എഴുതി വെക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ഇതാകുന്ന സമയത്ത് 1000 പേര് നിങ്ങളുടെ കഥയും തിരക്കി വരും. അപ്പം നിങ്ങൾ വേസ്റ്റ് എന്ന് വിചാരിക്കുന്ന കഥയ്ക്ക് ഒരു ആവശ്യക്കാരുണ്ടാകും. ഞാനത് ചെയ്യാത്ത ഒരാളാണ്, എൻ്റെ മിസ്റ്റേക്ക് ഞാനത് ഓപ്പണായിട്ട് പറയുകയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ത്രെഡുകളൊക്കെ എഴുതി വെക്കുക. നിങ്ങൾക്കൊരു ടൈം വരും, ആ സമയത്ത് ഈ പറഞ്ഞ എല്ലാത്തിനും വാല്യൂ ഉണ്ടാവും. ഇപ്പോൾ അത് എഴുതി തുടങ്ങിയോ? ഓരോരോ ത്രെഡുകൾ മനസ്സിൽ വരുന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടോ? ഇപ്പോൾ അത് തന്നെ, ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നപ്പോഴും ഒരു ചെറിയൊരു ഡയറി ഉണ്ടാവും. ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും ത്രെഡ് തോന്നി അപ്പം നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫോണിൽ നോട്ട് ചെയ്ത് വെക്കുക. അതെ അല്ലേ. ഇപ്പം ഞാൻ ഈ അടുത്തിടെ അറിഞ്ഞിരുന്നു ഒരു പുതിയ നോവലിൻ്റെ പണിപ്പുരയിലാണ്, പക്ഷേ അത് മറ്റൊരു സീരീസുമായിട്ടോ എന്തോ ഒരു ക്ലൈമാക്സിന് പിന്നെ ഒരു സിനിമയും ഒക്കെ ആയിട്ട് വന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞെട്ടിപ്പോയോ അങ്ങനത്തെ ഒരു കഥയിലൂടെ? വൈശാഖ അതിനെപ്പറ്റി ഓർമ്മിപ്പിക്കണ്ട. ഞാനത് എഴുതി കഴിഞ്ഞപ്പോൾ അത് ഒരു ഫ്രഞ്ച് വെബ് സീരീസ് ആയിട്ട് ഭയങ്കര സിമിലാരിറ്റി. ഞാൻ എഴുതി പബ്ലിഷ് ആകാനായിട്ട് നിൽക്കുക. DC ബുക്സിൽ രവി സാറുണ്ടെങ്കിൽ രവി സാറിന് അറിയാൻ പറ്റും. നമ്മൾ പബ്ലിഷിങ്ങിൻ്റെ ലെവലിൽ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ മുന്നത്തെ ആഴ്ച റിലീസായ ഒരു വെബ് സീരീസ് ഇത് കണ്ടപ്പോൾ നോക്കിയപ്പോൾ എക്സാക്റ്റ് സാധനം. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ സത്യം പറഞ്ഞാൽ ഡിപ്രഷനിൽ പോയി. കാരണം 1 വർഷം ഡേ ആൻഡ് നൈറ്റ് എടുത്ത് എഴുതിയ ഒരു സാധനമാണ്. എന്നിട്ട് ആ കഥാപാത്രത്തിന് ഉറക്കമില്ലാത്തൊരു കഥാപാത്രമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാനിതുപോലെ നടക്കും രാത്രി എഴുന്നേറ്റ്. അത്രയും സ്ട്രഗിൾ ചെയ്ത് എഴുതിയ ഒരു കഥാപാത്രമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് റിയലായിട്ട് ഉറക്കമില്ലാതായി. പിന്നെ അവസാനം ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തു. കാരണം നമ്മൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ പോയി ഉപദേശം തേടിയിട്ടൊന്നും ചില സമയത്ത് നമുക്ക് മെൻ്റൽ ഡിപ്രഷൻ ഉണ്ടാവും. അപ്പം നമ്മളെ ആരൊക്കെ ഉപദേശിച്ചിട്ടും കാര്യമില്ല, അതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ചിലർ വിചാരിക്കും നമുക്ക് വട്ടാണ്, മാനസിക രോഗമാണെന്ന് ആൾക്കാർ പറയുമെന്ന്. അങ്ങനെയൊന്നും ചെയ്യരുത്, അങ്ങനെ വിചാരിക്കുകയേ ചെയ്യരുത്. നമ്മളൊരു ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകണം. എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിലാണ്. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഒരിക്കലും പോകാതിരിക്കരുത്. ഞാൻ ആദ്യമേ എനിക്ക് നാണക്കേടായിരുന്നു. പിന്നെ അവിടെ ആലപ്പുഴ വണ്ടാനത്ത് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. പുള്ളിയെ പോയി കണ്ടു, സംസാരിച്ചു. അപ്പോൾ ഒരു ഫ്രണ്ടിനെ പോലെ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ആ കഥ നിർത്തിക്കളയണ്ട, അത് പബ്ലിഷ് ചെയ്യേണ്ടെന്ന് വിചാരിക്കേണ്ട, നീ ഒന്നേന്ന് പറഞ്ഞ് എഴുതി തുടങ്ങാൻ പറഞ്ഞു. അദ്ദേഹം എനിക്ക് പ്രോപ്പറായിട്ട് എല്ലാ മൺഡേയിലും ട്രീറ്റ്മെൻറ്റ് തരുമായിരുന്നു, ചില പിൽസ് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് വീണ്ടും അതിലേക്ക് വന്നു. ഇപ്പോൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനുവരിയിൽ റിലീസാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടിപൊളി. അപ്പോൾ അത് ഏത് ജോണറിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മളൊരു ഈ പ്രണയത്തിൽ നിന്ന് മാറിപ്പോവുകയാണ് ആ പുതിയതെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങൾ ഞെട്ടിക്കുവോ പല പല ട്വിസ്റ്റുകളൊക്കെ ആയിട്ട്? ഇല്ല, സത്യത്തിൽ രാംകെയർ ഓഫ് ആനന്ദി വലിയൊരു ബാധ്യത എനിക്ക് തന്നിട്ടുണ്ട്. കാരണം അടുത്ത ആൾക്കാർ ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട്, ഇവൻ്റെ അടുത്ത നോവൽ വരട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ടീമുണ്ട്. അപ്പോൾ അവർ അടുത്ത വരട്ടെ ശരിയാക്കാം എന്നുള്ള രീതി ഇരിപ്പുണ്ട്. എനിക്ക് ആദ്യമേ എനിക്ക് പേടി, സത്യം. നിങ്ങൾക്ക് അറിയാൻ പറ്റും ആരെങ്കിലും ഒക്കെ, നിങ്ങൾക്കെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇതൊക്കെ എന്ത് നോവലാണെന്ന് പറഞ്ഞിട്ടില്ലേ, ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അടുത്ത വരട്ടെ എന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ആദ്യമേ ഞാൻ ഇങ്ങനെ പേടിച്ചു. പിന്നെ ഓർത്തു, മലയാളത്തിൽ ഇഷ്ടംപോലെ റൈറ്റേഴ്സ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും ബെസ്റ്റ് ആവണമെന്നില്ല ബുക്ക്. നമ്മളങ്ങനെ പേടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു ഡയറക്ടറുണ്ട്, കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു ഹിറ്റ് അടിച്ച ഒരു പടത്തിൻ്റെ ഡയറക്ടർ കുറേ വർഷത്തിന് ശേഷം ചെയ്തപ്പോൾ ഫ്ലോപ്പായിപ്പോയി. അദ്ദേഹത്തെ അത് മെൻ്റലി ബാധിച്ച എങ്ങനെയാണെന്ന് നമുക്ക് പബ്ലിക്കലി അറിയാം, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ. ചിലപ്പോൾ ഞാനും അങ്ങനെ ആയി പോയേക്കാം. അപ്പോൾ ഞാൻ ഓർത്തു, അത് ഞാൻ സക്സസ് ആവുമെന്നൊന്നുമില്ല. ഞാൻ ആദ്യത്തെ നോവൽ എങ്ങനെ റിലീസ് ചെയ്തോ ആ ഒരു ഹോപ്പ്ഫുള്ളി ഞാൻ റിലീസ് ചെയ്യുക, ബാക്കിയെല്ലാം വായനക്കാർ തീരുമാനിക്കുക സക്സസ് ആവണോ ഫ്ലോപ്പ് ആവണോ എന്നൊക്കെ. ഞാൻ വീണ്ടും എഴുതിക്കൊണ്ടിരിക്കും, അത്രയേ ഉള്ളൂ. നമ്മൾ തെറ്റിൽ നിന്ന് പഠിക്കുക, വീണ്ടും വരിക, സീറോയിൽ നിന്ന് തുടങ്ങുക, അങ്ങനെയേ ഉള്ളൂ. നമുക്ക് ഇനി പ്രേക്ഷകരിലേക്ക് എത്തണം. പക്ഷേ അതിന് മുൻപായിട്ട് രാംകെയർ ഓഫ് ആനന്ദി ഒരു സിനിമയുടെ രൂപത്തിൽ വരുന്നതിൻ്റെ പണിപ്പുരയിലും കൂടിയാണല്ലോ. അത് എവിടെ വരെ എത്തി എന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് അറിയണം എന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇല്ല, അത് ഇനിഷ്യൽ സ്റ്റേജ് ആയിട്ടുള്ളൂ, പറയാനായിട്ടില്ല. ഇപ്പം ചിലർ പറയുന്നുണ്ട് പ്രണവ് അഭിനയിച്ച് തുടങ്ങി എന്ന് പറയുന്നു, ചിലർ പറയുന്നത് ദുൽഖർ അഭിനയിച്ച് തുടങ്ങി, അങ്ങനെ റൂമേഴ്സൊക്കെ വരുന്നുണ്ട്. ഇതൊന്നും ശരിയല്ല. അതിപ്പോൾ ഇനിഷ്യൽ സ്റ്റേജ് സ്ക്രിപ്റ്റിങ് നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് ശേഷം നമുക്ക് എല്ലാം ഷെയർ ചെയ്യാം. ഈ കവറിൽ ചില രൂപങ്ങളുണ്ട്, അഖിലിൻ്റെ മനസ്സിൽ രൂപങ്ങളുണ്ടോ? ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് പ്രണവും സായി പല്ലവിയും ചെയ്യണമെന്നാണ് വിചാരിച്ചത്, ഗോവിന്ദ് വസന്ത മ്യൂസിക് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. ഇപ്പം പക്ഷേ ഒരുപാട് മാറിയിട്ടുണ്ട് പല കാര്യങ്ങളും. അപ്പം ഇപ്പം ഡയറക്ടറുണ്ട് അതിന്, അപ്പോൾ ഡയറക്ടറിൻ്റെയും കൂടെ കാര്യങ്ങൾ മാനിക്കണം. അപ്പം പുള്ളിക്കാരിയുടെ തീരുമാനത്തിന് വിട്ടിരിക്കുന്നു. അതെ, ഓക്കെ. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും. നമുക്ക് നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് കുറച്ച് നേരമുണ്ട്, കുറച്ചധികം നേരമുണ്ട് നിങ്ങൾക്ക് അഖിലിനടുത്ത് സംസാരിക്കാനായിട്ട്. ഹലോ അഖിൽ, നമസ്കാരം. നമസ്കാരം. ഞാൻ സുമിൻ, എറണാകുളം സ്വദേശിയാണ്.
നമ്മൾ ചാറ്റ് ചെയ്യാറുണ്ട്, ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഒരു കാര്യം ഏറ്റവും സ്നേഹത്തോടെ പറയാണ്, മധുരമുള്ള മാവിലെ എപ്പോഴും കല്ലേറ് കിട്ടുള്ളൂ. ഒരു ഗുണമില്ലാത്ത മാവിനെ ആരും ശ്രദ്ധിക്കുകയില്ല. അപ്പോൾ താങ്കൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ അമേസിങ്, അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കില്ല. എനിക്ക് ചോദിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല, അഖിലിനെ എനിക്കറിയാം. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ജീവിതത്തിൽ എന്നും ഉയരങ്ങളിലേക്ക് അങ്ങേറ്റത്തേക്ക് എത്തട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹായ്, നമസ്കാരം അഖിൽ. എൻ്റെ ഒരു 4-5 ക്വസ്റ്റ്യനും കൊണ്ടിട്ടാണ് റെഡിയാക്കിയിട്ട് ഞാൻ വന്നത്. അപ്പം അദ്ദേഹം ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അഖിൽ, ഇത് ചെറിയൊരു ചോദ്യം. ഈ ഇത്രയും ക്യാരക്ടേഴ്സിൽ അഖിലിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആരായിരിക്കും? കാര്യം കൂടുതൽ എല്ലാവർക്കും, പലർക്കും, ചിലവർക്ക് ചിലപ്പോൾ ആനന്ദിയായിരിക്കും. എന്നെ സംബന്ധിച്ച് തീർച്ചയായിട്ടും മല്ലിയാണ്. അപ്പം അഖിലിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ക്യാരക്ടർ ആരായിരിക്കും? തീർച്ചയായിട്ടും മല്യ തന്നെയാണ്. താങ്ക് യു. മല്യ എഴുതാനായിട്ട് ഒരുപാട് ആനന്ദിയെ പോലെ തന്നെ കഷ്ടപ്പെട്ടാണ്. കാരണം അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ജീവിതം കേൾക്കുമ്പോൾ നമുക്ക് കരച്ചിൽ വരും ഭയങ്കരമായിട്ട്. പലർക്കും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറീസാണ്, സങ്കടമാണ് എല്ലാത്തിൻ്റെയും റിസൾട്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ആ സങ്കടത്തിൽ നിന്നിട്ട് ഒരു കഥാപാത്രം ഉണ്ടാക്കിയെടുക്കുന്ന ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. മല്ലിയുടെ ആ ഒരു വായിക്കാത്തവർ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ആ പോർഷനൊക്കെ എഴുതുന്ന സമയത്ത് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. എൻ്റെ കണ്ണുനീരാണ് എല്ലാ ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഹൃദയത്തോടുള്ളത് മല്ലിയാണ്. താങ്ക് യു. അത് പറഞ്ഞ കാരണം എനിക്ക് ഒരു 2 ലൈൻ മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഇത് വായിക്കാത്തവരാരും ഇവിടെ എത്തിയിട്ടില്ല, 100% ഷുവറാണ്. അയ്യോ, എങ്കിലും ഞാൻ ഒറ്റ വരി പറയാതെ എനിക്ക് അഖിൽ പറഞ്ഞത് തന്നെ ഞാൻ കൂട്ടിച്ചേർക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ നമ്മൾ സംസാരിച്ചു, കാര്യം റെയിൽവേ സ്റ്റേഷൻ്റെ ചാരുബെഞ്ചിൽ അവളുടെയും അവൻ്റെയും പേര് കൊത്തിവെച്ചു. അത് അവൻ മൊബൈലിൽ പകർത്തി. അപ്പോൾ വായനക്കാരൻ്റെ ഹൃദയത്തിലെ ക്യാൻവാസിൽ അത് തീർച്ചയായിട്ടും പകരുകയായിരുന്നു. അതുപോലെ തന്നെ അവൻ്റെ അമ്മയോട് അവളെക്കുറിച്ച് പറഞ്ഞു കരഞ്ഞപ്പോൾ ഈ വായനക്കാരൻ്റെ കണ്ണിൽ നിന്ന് എൻ്റെ അടക്കം. കഴിഞ്ഞ ദിവസം മോൻ ഈ ബുക്ക്, ഞാൻ ഇവിടെ വന്നപ്പോൾ ചോദിച്ചു, അമ്മ ഈ ബുക്ക് വായിച്ചിട്ടല്ലേ കരഞ്ഞു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ മോനെ, ഈ ബുക്ക് വായിച്ചിട്ട് ഞാൻ കരഞ്ഞു. അപ്പം ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ കരഞ്ഞു പോകും ആരായാലും. അപ്പം ഇത്രയും മനോഹരമായിട്ട്, ഒരു പക്ഷേ ആനന്ദിയേക്കാൾ സുന്ദര രൂപമായിട്ട് വായനക്കാരൻ്റെ നെഞ്ചിൽ മല്ലിയെ കൊത്തിവെക്കാൻ, പ്രത്യേകിച്ച് നേരത്തെ വൈശാഖ് പറഞ്ഞ പോലെ കാളിദാസിൻ്റെ അസ്തിത്വം പേറുന്ന മല്ലിയാണെങ്കിൽ കൂടി നമുക്ക് ആ മല്ലി ഒരു സുന്ദരിയായിട്ട് തന്നെ നമ്മുടെ മനസ്സിൽ കാണാൻ പറ്റുള്ളൂ, നമ്മുടെ ഹൃദയത്തിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ അത്രയും നല്ലൊരു രൂപത്തെ, നമുക്കിപ്പോൾ അറിയാം ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പം, പക്ഷെ അതൊന്നുമല്ല, അവിടെ ട്രാൻസ്ജെൻഡർ ഇല്ല, അവിടെ മല്ലി മാത്രമേ ഉള്ളൂ. അപ്പം അഖിലിന് അങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് എന്തെങ്കിലും ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെ മാത്രമായിട്ട് കണ്ടിരുന്നു, അത് ഒരുപാട് വ്യക്തികളിൽ നിന്ന് വന്ന ഒരു ക്യാരക്ടറായിരുന്നു? തീർച്ചയായിട്ടും. ഞാൻ കോളേജിൽ ആദ്യമായിട്ട്, ഞാൻ ചെറുതായിട്ട് പറയാം, ഞാൻ കോളേജിൽ ആദ്യമായിട്ട് പോവുകയാണ്. അപ്പം ഞാൻ ആലപ്പുഴയിൽ തന്നെ ജീവിച്ച ആളായതുകൊണ്ട് എനിക്ക് ട്രാൻസ്ജെൻഡേഴ്സ് ട്രെയിനിൽ അങ്ങനെ വരുന്ന എനിക്ക് പരിചയമില്ല, നമ്മുടെ നാട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ചെന്ന സമയത്ത് ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി എൻ്റെ മുന്നിൽ വന്നിട്ട് കൈ തട്ടിയിട്ട്, ഒരു നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു തെറിയാണ്, പക്ഷേ അവരവിടെ തമിഴ്നാട്ടിൽ അങ്ങനെ വിളിക്കുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്നെ തെറി വിളിക്കുകയെന്ന്. ഞാൻ മാറി നിൽക്കുമ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ വരുന്നു. അപ്പോൾ എൻ്റെ കൂടെ നിന്ന് ഒരാൾ പറഞ്ഞു, അതിനൊക്കെ അടിച്ചു ഓടിച്ചാൽ മതി, അങ്ങ് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ വന്നപ്പോഴേക്കും അങ്ങനെ തള്ളി. അപ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യമായി. അപ്പോൾ അന്ന് ഞാൻ ഡെനിമിൻ്റെ ഒരു ഷർട്ട് തന്നെ ഇട്ടിരുന്നത്. അപ്പോൾ പോക്കറ്റിൽ പിടിവലിയായി, പൈസക്ക് വേണ്ടിയിട്ട് പോക്കറ്റ് അടക്കം കീറിക്കൊണ്ട് പോയി. അപ്പോൾ ഇതിന് ശേഷം പിറ്റേ ദിവസം ഇതേ ട്രാൻസ്ജെൻഡർ എനിക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് കിട്ടുന്ന ഭിക്ഷ 10-20 വെച്ചിട്ട് ചുരുട്ടിയ കുറച്ച് പൈസ കൊണ്ട് തന്നിട്ട് പറഞ്ഞു ഷർട്ട് വാങ്ങിക്കോളാൻ പറഞ്ഞു. ആ ഒരു മൊമെൻറ്റിൽ നിന്നിട്ടാണ് ഞാൻ അവരുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ നിന്നിട്ട് അവരുടെ ഒരു 13 പേരുണ്ട് ആ റെയിൽവേ സ്റ്റേഷനിൽ സമീപത്ത് ജീവിക്കുന്നവർ. അവരുമായിട്ട് ആ ഒരു ബന്ധമുണ്ടായി. അപ്പം നമ്മളിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ഇവരുടെ ഒപ്പം ഇരിക്കുമ്പോൾ ആൾക്കാരിങ്ങനെ നോക്കിയിട്ട് പോകും, ഇവരെ കറക്കിക്കൊണ്ട് പോകാനായിട്ട് വന്നിരിക്കുന്നതായിരിക്കും എന്ന്. അപ്പം ഞാൻ ആദ്യമേക്ക് എനിക്കൊരു മടിയായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു, ആ പോകുന്നവർക്ക് എന്നെ അറിയത്തില്ല, ഇവരെ അറിയത്തില്ല, പിന്നെ എനിക്കെന്താ പ്രശ്നം. അങ്ങനെ ഇരുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഇരിക്കാറുണ്ട്. ഞാൻ ചില സമയം ഞാൻ പായസം നന്നായിട്ടുണ്ടാക്കും, ഫ്ലാറ്റിൽ നിന്ന് പായസം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കും, അവർ തന്ന ഫുഡ് ഞാൻ കഴിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു കഥാപാത്രമാണ് മല്ലി. അപ്പോൾ തീർച്ചയായിട്ടും അഖിലിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും അഖിലിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയെന്നാണ് എനിക്കിപ്പം ഇതുവരെ ഉണ്ടായ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. അപ്പം ഞാൻ അതിൽ നോട്ട് ചെയ്ത വേറൊരു കാര്യം, ആനന്ദി ആവട്ടെ മല്ലി ആവട്ടെ, ആനന്ദിയുടെ സഹോദരന് വേണ്ടിയുള്ള അന്വേഷണത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മല്ലി അത്രമാത്രം വെറുത്തിട്ട് കൂടി ആ സഹോദരന് വേണ്ടിയിട്ടൊരു ബൈക്ക് വാങ്ങി ആ സഹോദരനെ കാണാൻ പോവുക. എന്നിട്ടും ആ സഹോദരൻ അവളെ വേണ്ട എന്ന് വിചാരിച്ചിട്ടും വീണ്ടും അദ്ദേഹത്തോടുള്ള ആ സ്നേഹം, ആ സഹോദര സ്നേഹം, ആ സഹോദരിക്ക് അത് മാറ്റിക്കളയാൻ സാധിക്കുന്നില്ല അവളുടെ ജീവിതത്തിൽ നിന്ന്. അപ്പം ഈ 2 ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സും സഹോദര സ്നേഹം വളരെയധികം
കൂടുതലായിട്ട് വരച്ച് ചേർക്കപ്പെടുന്നുണ്ട്. അപ്പം അഖിലിന് ഒരു സഹോദരി ഉണ്ടോ? ഒരു സഹോദരി സ്നേഹം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എനിക്ക് സഹോദരനാണ് ഉള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ എത്രയൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും അടിയും ബഹളം ഉണ്ടെങ്കിലും നമുക്ക് ഈ ലോകത്തുള്ളത് അവരാണ്. നമ്മൾ സഹോദരങ്ങളായിട്ട് ചിലപ്പോൾ വഴക്കിടും, എന്തിൻ്റെ പേരിലാണെങ്കിലും. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ വിചാരിക്കും നമ്മുടെ ബ്ലഡ് റിലേഷൻ വേറെ ഒരാളും ഇല്ല, ആ ആൾ മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരിക്കലും എനിക്ക് ഈ സ്വത്തോ കാര്യങ്ങളോ പൈസയോ ഒന്നുമല്ല വലുത്. മനുഷ്യർ തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. നമ്മൾ ജന്മന കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് നമ്മുടെ ബെസ്റ്റ് ആൾക്കാരാണ്. അവരെ നമ്മളെപ്പോഴും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് തന്നെ കാണണം. എൻ്റെ ചേട്ടൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയത് ഈ പറഞ്ഞ മല്ലിക്കും ആനന്ദിക്കും ഓരോ ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, അവരിങ്ങനെ ചെയ്താലും അവർ വീണ്ടും വീണ്ടും അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആനന്ദിയുടെ കാര്യം അറിയാമല്ലോ, ട്വിസ്റ്റായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇനി. അപ്പോൾ അത് തേടി പോവുകയാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ബ്രദറിനോടുള്ളൊരു സ്നേഹം തന്നെയാണ് തീർച്ചയായിട്ടും ഈ രണ്ട് ബ്രദേഴ്സിനോട് അവർക്കും ഉള്ളത്. താങ്ക് യു. ഒരു ചോദ്യം. ഇപ്പം 80കളിലെ വായന, ഞാനൊക്കെയും ആ സമയത്ത് ഞാൻ 2-3 വയസ്സ്, പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള വായനാലോകം എന്ന് പറയുന്നത് നമ്മൾ 80കളിലെ റീഡിങ്. MT മുകുന്ദൻ, വിജയലക്ഷ്മിക്ക് എൻ്റെ മാത്രം പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരിയാണ്. അപ്പം നമ്മൾ ഒരു വളരെ കാൽപ്പനികമായിട്ടുള്ള എഴുത്ത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം അതിലെ ക്യാരക്ടേഴ്സിനെ നമ്മൾ അന്വേഷിച്ച് പോയിട്ടില്ല. അതിലെ ക്യാരക്ടേഴ്സ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞ അല്ലെങ്കിൽ നമ്മൾ സ്വതവേ കാണുന്ന ഒരു കാമുകനും കാമുകിയായിരിക്കും കൂടുതൽ എഴുത്തുകളിലും. പക്ഷേ ഇപ്പം നേരത്തെ അഖിൽ പറഞ്ഞ പോലെ ബെന്യാമിൻ്റെ മഞ്ഞവെയിൽ മരണങ്ങളിൽ വായിച്ചു കഴിഞ്ഞപ്പം അന്ത്രപ്പേർ നമ്മുടെ ഹൃദയത്തിൽ, ഞാനും എൻ്റെ ചേച്ചിയും ഞങ്ങൾ കുറേ അന്വേഷിച്ച് നടന്നു. അത് വിചാരിച്ച് ഞങ്ങൾ അൻഡമാൻ നിക്കോബാറിലേക്ക് പോയില്ല, ഞങ്ങൾ ഓൺലൈനിൽ ഞങ്ങൾ കുറേ അന്വേഷിച്ച് നടന്നു, ഞങ്ങൾ കുറേ ഡിസ്കസ് ചെയ്തു. അവസാനം ബെന്യാമിൻ ഈ ഒരു അകത്തട്ടിൽ വന്നപ്പോഴാണ് ഞാനത് കൺഫേം ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല, അത് അദ്ദേഹം വരച്ച് ചേർത്ത ക്യാരക്ടർ തന്നെയാണെന്ന്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അന്ത്രപ്പേർ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണെന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചു പോകുക. അതുപോലെയാണ് നമ്മൾ ആനന്ദി, നമ്മൾ അന്വേഷിച്ച് പോകാൻ തോന്നും എവിടെ എത്തി എന്നുള്ളത്. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, എഴുത്തിൽ അന്നത്തെ എഴുത്തും ഇന്നത്തെ എഴുത്ത് എന്നുള്ള ലെവലിൽ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയിൽ അല്ലെങ്കിൽ കാലത്തിൻ്റെ പ്രത്യേകതയിൽ എഴുത്തിന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ഓരോ ബുക്കിലും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, വിമർശിക്കുന്ന ആൾക്കാരുണ്ടോ, ഒന്ന് നല്ല വിമർശനം, ഒന്ന് ചീത്ത വിമർശനം. ചീത്ത വിമർശനം ഞാൻ പറഞ്ഞു എൻ്റെ വോയിസ് അല്ലെങ്കിൽ ബോഡി അത് ഇതൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇവനെന്തിനാണ് എഴുതുന്നതെന്നുള്ളത്. നല്ല വിമർശനം എന്ന് പറഞ്ഞത്, എടാ നീ എഴുതിയ ആ പോർഷനിൽ കുറച്ചുകൂടെ നന്നായിട്ട് എഴുതായിരുന്നു, ഇത്രയും ലെങ്ത് വേണ്ടായിരുന്നു, ഇത്രയും ക്രിസ്പി ആക്കായിരുന്നു. അത് നല്ല വിമർശനമാണ്. നമ്മൾ അടുത്തതിലേക്ക് വരുമ്പോൾ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ മെർക്കുറി ഐലൻഡിനും ഓജോ ബോർഡിനും ഇങ്ങനെ കുറേ നല്ല വിമർശകരുണ്ടായിട്ടുണ്ട്. ഞാൻ അവരെ ഒരിക്കലും ദേഷ്യത്തോടു കൂടി അല്ലെങ്കിൽ അവർ എൻ്റെ ക്രിട്ടിസൈസ് ചെയ്തു എന്നല്ല കാണുന്നത്. ഞാൻ അവർക്കും കൂടെ അയച്ചു കൊടുക്കും വായിക്കാനായിട്ട് പ്രൂഫ്. അപ്പോൾ പറയും ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള വിമർശനം പോസിറ്റീവായിട്ട് എടുത്തിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റാണ് എൻ്റെ റൈറ്റിംഗ് ലൈഫിലുള്ളത്. ഇപ്പോൾ റാം കെയർ ഓഫ് ആനന്ദിക്കകത്തും കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് പലരും. അപ്പോൾ അത് അടുത്ത നോവലിൽ വരുമ്പോൾ അതും കൂടെ ഇത് ചെയ്തു പോകും. അപ്പോൾ 17 വയസ്സാണ് എൻ്റെ ഓജോ ബോർഡും മെർക്കുറി ഐലൻഡും എഴുതുമ്പോൾ ഉള്ളത്. ഇപ്പോൾ എനിക്ക് 30 വയസ്സായി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സ്പീരിയൻസും ആ റൈറ്റിങ്ങിൽ വന്നിട്ടുള്ളതും റീഡിങ്ങിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസും എൻ്റെ എഴുത്തിനെ ബാധിക്കുന്നുണ്ട്. അതാണ്. ഒരൊറ്റ ചോദ്യം കൂടി ലാസ്റ്റ്, ക്ഷമിക്കണം. ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇതൊരു സിനിമാറ്റിക് നോവലാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്യുന്നുള്ളൂ, അത് ഏത് ഉള്ളതാണെന്ന് ഞാൻ അങ്ങനെ ഡിവൈഡ് ചെയ്യാറില്ല. ഈ അടുത്ത് ഗോട്ട് ലൈഫ് ഇറങ്ങി, നമുക്ക് ആടുജീവിതം. അപ്പോൾ ഈ അടുത്ത് എൻ്റെ മോൻ എന്നോട് പറഞ്ഞു നമുക്ക് ആ സിനിമ കാണാൻ അമ്മയെ ഒരുമിച്ചിരുന്നിട്ട്. ഞാൻ പറഞ്ഞു ഇല്ല മോനെ, ഞാൻ കാണുന്നില്ല, കാരണം ഞാൻ പുസ്തകം വായിച്ചതാണെന്ന് പറഞ്ഞു. കാര്യം അതിലൂടെ നമ്മൾ കടന്നു പോയപ്പോൾ ഈവൻ അത് ഞാൻ ആദ്യം പറയട്ടെ, കാര്യം അതിലൂടെ കടന്നു പോയപ്പോൾ ആ നജീബും മരുഭൂമിയും എല്ലാം നമ്മുടെ വായനക്കാരൻ്റെ ഹൃദയത്തിൽ നമ്മുടെ മനസ്സിലൊരു സ്ക്രിപ്റ്റ് രൂപപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് റാം കെയർ ഓഫ് ആനന്ദിയും. ആ വീട്, ആ കിണർ, ആ ഗേറ്റ്, ആ പൂക്കൾ വന്ന് വീണത്, അദ്ദേഹം ഓടണത്, ആനന്ദി പിന്നാലെ ഓടണത്, അങ്ങനെ ഓരോന്നും നമ്മുടെ മനസ്സിലിങ്ങനെ വരച്ചിടുന്നുണ്ട്. പക്ഷേ ഇത് പിന്നീട് സിനിമയാവുമ്പോൾ ഈ ബുക്കിൻ്റെ, അതായത് എഴുത്തിൻ്റെ 100% അത് ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പം എൻ്റെ അമ്മയുടെ കാലഘട്ടത്തെ അല്ലെങ്കിൽ എൻ്റെ അപ്പച്ചൻ്റെ കാലഘട്ടത്തിലെ പാലാട്ടുകോമൻ സിനിമ എൻ്റെ മക്കൾ ചിലപ്പോൾ കാണില്ല. പക്ഷേ അവരുടെ കാലത്ത് എഴുതിയ ബഷീർ എഴുതിയ നോവൽ ചിലപ്പോൾ നാളെ എൻ്റെ മക്കൾ വായിച്ചിരിക്കും, തീർച്ചയായിട്ടും. അതാണ് അക്ഷരങ്ങളുടെ ശക്തി എനിക്ക് തോന്നുന്നു, ഒരു ദൃശ്യാനുഭവത്തിനേക്കാൾ. അപ്പോൾ ഇങ്ങനെയുള്ള നോവലുകൾ സിനിമകളാക്കുമ്പോൾ ഈ നോവലിൻ്റെ 100% സിനിമയിലേക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്ന് തോന്നുന്നുണ്ടോ? റാം കെയർ ഓഫ് ആനന്ദി സത്യത്തിൽ ഒരു വെബ് സീരീസിന് പറ്റിയ ഒരു കണ്ടൻറ്റാണ്. അതായത് നമുക്ക് അത്രയും ലെങ്ത് വരും, ഒരു 4-4.5 മണിക്കൂർ വരും.
സിനിമയിലേക്ക് ആക്കുമ്പോൾ എനിക്കും ഭയങ്കര, സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ ഞാൻ പറയുകയാണ്, ഞാൻ സ്ക്രിപ്റ്റിലില്ല. കാരണം എന്താണെന്ന് പറയാനായിട്ട് എന്നെക്കൊണ്ട് ആവുന്നില്ല. എൻ്റെ ഹൃദയത്തിലുള്ള കഥ ഞാൻ എഴുതി വെച്ച് കഴിഞ്ഞു. സിനിമയിലേക്ക് വരുമ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പല സീനുകളും കട്ട് ചെയ്യേണ്ടി വരുന്നു. അത് എന്നെക്കൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നില്ല. പക്ഷേ അതൊരിക്കലും സിനിമയെ ബാധിക്കില്ല. കാരണം ഫൈനൽ സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും ഇരിക്കും. അപ്പോൾ അതിനുശേഷം നല്ലൊരു പ്രൊഡക്റ്റായിട്ട് സംവിധായകൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ അതൊരു നല്ല പ്രൊഡക്റ്റായിട്ട് തന്നെ വരുമെന്ന് വിചാരിക്കാം. ആസ് എ ഫിലിം അതൊരു നല്ല മൂവി ആയിരിക്കുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. തീർച്ചയായിട്ടും. സോ ഓൾ ദ വെരി ബെസ്റ്റ് അഖിൽ. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു എന്നെ സഹിച്ചതിന് താങ്ക് യു. അഖിൽ, രണ്ട് കാര്യം. മുബാറക് മുഹമ്മദ്, അതിൻ്റെ ക്ലൈമാക്സിലേക്ക് ഒരു റിയൽ സ്റ്റോറിയാണല്ലോ വരുന്നത്, ഒരു പത്രവാർത്തയൊക്കെ വരുന്നുണ്ടല്ലോ. ആ ഡാറ്റ എവിടുന്നാണ് കിട്ടിയത്? ഒന്നാമത്തെ ഒറ്റ കാര്യം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇത്രയും ആൾക്കാർ എങ്ങനെ ഓർത്തിരിക്കുന്നു എന്നുള്ള, റീഡേഴ്സിൻ്റെ ഒക്കെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എനിക്ക് എപ്പോഴാണ് എൻ്റെ ഓർമ്മശക്തി നശിച്ചു പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഓർമ്മശക്തി നന്നായിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ തള്ളായിട്ട് വിചാരിക്കും. എനിക്ക് 3 വയസ്സിൽ വീട്ടിൽ നടന്നിട്ടുള്ള പല ഡയലോഗ്സ് സഹിതം ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്. അപ്പോൾ അമ്മ ചോദിക്കും, നീ ആ സമയത്ത് ഓർമ്മ പോലെ ചെറിയ പ്രായമാണെന്ന് പറയും. അപ്പോൾ എനിക്ക് ഇത്തിരി ഓർമ്മശക്തി ഇത്തിരി ഉണ്ട്. അപ്പം ഞാൻ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അത് എവിടെയെങ്കിലുമൊക്കെ ഓർക്കും. പക്ഷേ ചില സമയം ബർത്ത്ഡേ ഒക്കെ ഞാൻ ഓർത്തിരിക്കാറുണ്ട്. എൻ്റെ കൂട്ടുകാരുടെ എല്ലാം ഫോൺ നമ്പർ എനിക്ക് കാണാപ്പാടമാണ്. പുതിയതായിട്ട് ഒരാളെ പരിചയപ്പെട്ടാലും എൻ്റെ ഫേവറേറ്റ് ആയി കഴിഞ്ഞാൽ നമ്പർ ഞാൻ കാണാതെ പഠിക്കും. ഞാൻ അവരോട് കൊടുക്കുന്നത്, ഇതിൻ്റെ അകത്ത് പാട്ടി എന്ന് പറഞ്ഞ കഥാപാത്രം വെട്ടിയുടെ നമ്പർ ഒരു തവണ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് കാണാതെ പറയും. അപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, നിൻ്റെ നമ്പർ അവർ ഈ പ്രായത്തിൽ കാണാപ്പാടം പഠിക്കണമെങ്കിൽ എന്ത് ഫേവറേറ്റ് ആയിട്ടായിരിക്കും. നമ്മൾക്ക് ഇഷ്ടമുള്ളവരുടെ നമ്പറെ നമ്മൾ കാണാപ്പാടം പഠിക്കത്തുള്ളൂ, അല്ലേ? ഉറപ്പല്ലേ? പലർക്കും ചിലപ്പോൾ സ്വന്തം നമ്പർ പോലും അറിയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എൻ്റെ ഒരു സംഭവമാണ്, അതുകൊണ്ടാണ്. പിന്നെ ആ റിയൽ ഇൻസിഡൻറ്റിൻ്റെ കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയുന്നില്ല. കാരണം അവിടെ രണ്ടുപേരും ഓരോന്ന് പറയുമ്പോൾ അവരിങ്ങനെ ഇരുന്ന് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ വായിച്ചിട്ടില്ല ബുക്ക്. എങ്കിലും ആ ഒരു സംഭവം നടന്ന ഒരു ദിവസം ഒരു ഉച്ച സമയത്ത് ആ വാർത്ത ന്യൂസിൽ കേൾക്കുകയാണ്. അപ്പം അച്ഛനകത്തിരുന്നിട്ട് പറയാം, അതേടാ കുറേ ആൾക്കാർ പോയി എന്ന് പറയുന്നു. അപ്പം ഞാൻ വന്നിരുന്നിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ നിന്നൊക്കെ അങ്ങനെ പോകാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ കൊല്ലത്തുനിന്ന് പോയിട്ടുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് പോയിട്ടുണ്ട്, പലയിടത്തു നിന്ന് പോയിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഒരു കണ്ടന്റിലേക്ക് കൊണ്ടുവരാമെന്ന് തോന്നി, അങ്ങനെ വന്നതാണ്. താങ്ക് യു. അഖിൽ ബ്രോ നമസ്കാരം. എൻ്റെ പേര് സജൻ എന്നാണ്. ഈ എഴുത്തിനോടൊപ്പം തന്നെ എപ്പോഴെങ്കിലും ഒരു മൂവി ഡയറക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ സംവിധാനം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പ്ലാൻ ഉണ്ടോ? അങ്ങനെ പ്ലാനുണ്ട് തീർച്ചയായിട്ടും. ഞാൻ മൂവി ഡയറക്ഷൻ അവിടെ പോയി പഠിക്കുന്ന സമയത്തും ചെയ്യണമെന്നുണ്ട്. പക്ഷേ എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ 2018 അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ മൂവി ഒരെണ്ണം വരുന്നുണ്ട്, ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഞാൻ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ശ്യാം എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്. 3-4 പടം അസിസ്റ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് ചെയ്യും. താങ്ക് യു. സ്വന്തം അതങ്ങനെയില്ല. നമ്മളിപ്പോൾ നമ്മുടെ കഥ തന്നെ എഴുതണമെന്നില്ല. ഇപ്പോൾ റാം കെയർ ഓഫ് ആനന്ദിയുടേത് സ്ക്രിപ്റ്റ് വന്നപ്പോഴേക്കും ഡയറക്ടർ എനിക്ക് ചോദിച്ചു, നിനക്ക് വട്ടാണോ, നീ സ്ക്രിപ്റ്റ് ചെയ്യേണ്ട സാധനമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേറൊരാളെ കൊണ്ട് സ്ക്രിപ്റ്റ് ചെയ്യിച്ചോ. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ വരട്ടെ, പുതിയ ആൾക്കാർ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. ഞാനിപ്പോൾ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു നല്ല റൈറ്ററിനെ നോക്കി കണ്ടുപിടിച്ചിട്ട് ആളെ കൊണ്ട് ചെയ്യിക്കും. പിന്നെ എൻ്റെ കഥയിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാനും ചെയ്യും, അതേ ഉള്ളൂ. ഹലോ. ഹലോ, ഞാൻ മജീദ്. എനിക്ക് ചോദിക്കാനുള്ളത്, കുറച്ച് എൻ്റെ സുഹൃത്ത് വലയങ്ങളിൽ നിന്ന് എനിക്ക് സ്ഥിരമായിട്ട് റാം കെയർ ഓഫ് ആനന്ദിയെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ കുറച്ച് വിമർശനാത്മകമായിട്ടാണ് ആളുകൾ സംസാരിച്ചത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു കൂട്ടം ആളുകൾ അവർ ചോദിച്ച ഒരു ചോദ്യം തന്നെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്. എനിക്കും അറിയാൻ താല്പര്യമുണ്ട്. കാരണം ഈ റാം കെയർ ഓഫ് ആനന്ദിയിൽ മുഴുവൻ കഥാപാത്രങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിലും ഒരൊറ്റ മുസ്ലിം ക്യാരക്ടർ മാത്രമേ ഉള്ളൂ, ഫാറൂഖ് ഒരു പോലീസുകാരൻ, ക്രൂരനായ പോലീസുകാരനായിട്ട് ആ ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നു. റാം മനുഷ്യത്വത്തിൻ്റെ അങ്ങേയറ്റമുള്ള ഏറ്റവും മികച്ച ക്യാരക്ടറുമാണ്. ഓക്കെ, ഇത് അഭിനവ ഇന്ത്യയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ അതിൻ്റെ പ്രസക്തി എന്താണ്? ഇനി സിനിമ വരുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും? ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളൊന്നാണ്, വായിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു മറുപടി, കാരണം എനിക്കും ഒരുപാട് വിമർശിക്കുന്ന ഒരുപാട് ആളുകൾക്കും ഈ ഒരു പേഴ്സ്പെക്റ്റീവിലുള്ള ഒരു ആൻസർ എനിക്ക് വേണം. ഓക്കെ, ഞാൻ അതൊരു ട്വിസ്റ്റ് ആണെങ്കിൽ ഞാൻ അത് റിവീൽ ചെയ്യാം. മല്ലിയുടെ സോറി കേട്ടോ നിങ്ങളോട് പറയുന്നതിൽ, കാതുപൊത്തിക്കോ. മല്ലിയുടെ മരണത്തിന് കാരണമായ ഒരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഒരിക്കലും ഞാൻ ചെന്നൈയിലുള്ള സമയത്ത് ഗിണ്ടിയിലൊരു ട്രാൻസ്ജെൻഡറിനെ കൊണ്ടുപോയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിൽ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ന്യൂസായിട്ട് ഓൺലൈനിലേ വന്നിട്ടുള്ളൂ, പേപ്പറിലൊന്നും വന്നിട്ടൊന്നുമില്ല.
അപ്പോൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ഒരാളുമായിട്ട് സിമിലാരിറ്റി ഉള്ള ഒരു പേര് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ നോവലിൻ്റെ അകത്ത് കതിർവേല എന്ന് പറഞ്ഞ ഒരാളാണ് അങ്ങനെ ചെയ്യുന്നത്. അത് ബുക്ക് ഒന്നുകൂടെ വന്നിരുന്ന് ഇപ്പോൾ ഇത് ബുക്ക് കയ്യിലുണ്ട്, എന്നാൽ ലാസ്റ്റത്തെ പേജ് എടുത്ത് വായിക്കുമ്പോൾ മനസ്സിലാവും. ചില ആൾക്കാർ എനിക്ക് ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട് 2-3 പേര്. ഞാൻ ഒരിക്കലും എൻ്റെ സുഹൃത്ത് വലയം എടുത്താൽ തന്നെ എനിക്കിപ്പോൾ ഞാൻ ഒരിക്കലും ഒരു കമ്മ്യൂണിറ്റിക്കെതിരോ അങ്ങനെ ഒന്നുമില്ല. നമ്മളെല്ലാം ഒരു ഫ്രണ്ട്സാണ്. നമ്മളെ പലരും ഭിന്നിപ്പിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഈ പറഞ്ഞ ഒരു കാര്യം ഞാൻ കേട്ടപ്പോൾ ഷോക്കായിപ്പോയി. ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. ഞാൻ ഈ പറഞ്ഞ ആ ന്യൂസ് എൻ്റെ കിടപ്പുണ്ട്, അതെടുത്ത് മാത്രം ചെയ്തൊരു കാര്യമാണ്. അതൊരിക്കലും ഒരു കമ്മ്യൂണിറ്റീനെ ബാധിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. താങ്ക് യു. ഞാൻ മുനീർ. ഇവിടെ എഴുത്തുകാരൻ എന്ന രീതിയിൽ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ സംസാരിച്ചു. തീർച്ചയായും ഒരുപാട് വിമർശനങ്ങൾ, പ്രിയപ്പെട്ട മജിയൊക്കെ പറഞ്ഞതുപോലെ ഒരുപാട് വിമർശനങ്ങളൊക്കെ വന്ന ഒരു പുസ്തകമാണ്. എഴുത്തുകാരൻ എന്ന രീതിയിൽ താങ്കൾക്കും അതുപോലെ തന്നെ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ തന്നെയായാലും ഇതിലൊരു വസ്തുത എന്ന് പറയുന്നത്, ഈ പുതിയ കാല യുവത്വം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളൊക്കെ ഒരുപാട് ആഘോഷങ്ങളാക്കി മാറ്റിയൊരു പുസ്തകം, ഒരു എഴുത്തിനെ ഇഷ്ടപ്പെടുന്ന അതുപോലെ തന്നെ മലയാള സാഹിത്യത്തിലേക്കൊരു മലയാള സാഹിത്യത്തിൻ്റെ തീരത്ത് അടിച്ചൊരു നല്ല സുഖമുള്ളൊരു കാറ്റായിട്ട് നമുക്ക് ഈ ഒരു പുസ്തകത്തെ തീർച്ചയായിട്ടും കാണാൻ വേണ്ടി പറ്റും. കാരണം ഒരുപാട് യുവതലമുറകൾ, നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ തുടക്കത്തിൽ പലരും വായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പറയും, വായിക്കുന്നവരോട് ചോദിക്കാറുണ്ട്, ഒരു പുസ്തകം എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ പലരും പറയുന്നതാണ് നമ്മൾ ഈ ആടുജീവിതം നമ്മൾ സ്കൂളുകളിൽ നിന്നൊക്കെ പഠിച്ചു തുടങ്ങണം. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഈ നമ്മുടെ സോഷ്യൽ മീഡിയകളൊക്കെ സജീവമാകുന്ന കാലത്ത് പിന്നെ വീണ്ടും ഒരു മലയാള സാഹിത്യത്തിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന, പല ആളുകളും വളരെ റീലുകളൊക്കെ ചെയ്ത ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നു. ഒരുപാട് ആളുകൾ എന്താണ് എഴുത്തിൽ എന്താണ് സംഭവിക്കുന്നത്, ഒരു സിനിമ കാണുന്ന ഒരു അനുഭൂതി ഒരുപാട് പേർക്ക് കിട്ടുന്നു, എന്താണിതെന്ന് തിരഞ്ഞു പോകുന്നത്. തീർച്ചയായും എത്രയൊക്കെ തന്നെ വിമർശനങ്ങൾ ഉണ്ടായാൽ പോലും മലയാള സാഹിത്യത്തിന് ഇദ്ദേഹത്തിൻ്റെ എഴുത്ത് വായനക്കാരുണ്ടാക്കുന്ന രീതിയിലേക്ക് ഒരു പുസ്തകത്തിന് കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളത് തീർച്ചയായും നിങ്ങളുടെ ഒരു മലയാള സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വലിയ മികവായിട്ട് ഞാനതിനെ കാണുന്നു. അതിൽ ഒരു വായനക്കാരൻ എന്ന രീതിയിൽ വളരെയേറെ വലിയൊരു സന്തോഷമുണ്ട്. അത് ഈ വേദിയിൽ, ഈ ഒരു പുസ്തകോത്സവത്തിൽ നിങ്ങൾ അറിയിക്കുക എന്നതുകൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് സന്തോഷം ബ്രോ. താങ്ക് യു സോ മച്ച്. ഞാൻ കഴിഞ്ഞ എനിക്കൊന്ന് മെയിലാന്ന് തോന്നുന്നു, രവി സാർ പറഞ്ഞു ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ജേക്കബായിട്ടിനൊക്കെ ഇവിടെ ഒരു ടീം തന്നെ ഉണ്ട്, DC ബുക്സിൻ്റെ ഒരു ഇത്. അപ്പോൾ അവരിങ്ങോട്ട് വന്നപ്പോൾ എന്നെ കൊണ്ടുവരികയാണ് ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ടിക്കറ്റൊക്കെ എടുത്ത് കൊണ്ടുവരുന്നു, അവിടെ വന്നിട്ട് ഞാൻ ആൾക്കാരില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ കരാമേല DC ബുക്സിൽ വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ സ്റ്റാൾ ഫുള്ള് നിറഞ്ഞ ആൾക്കാർ നിൽക്കുകയാണ്. കണ്ണ് നിറഞ്ഞു പോയി. കാരണം ഇത്രയും പ്രവാസി മലയാളികൾ പുസ്തകത്തെ സ്നേഹിക്കുന്നു. ഇങ്ങനൊരു ഫെസ്റ്റിൽ ഇത്രയും ആൾക്കാരൊന്നും ആലോചിച്ച് നോക്കുക. കേരളത്തിൽ ചില ഫെസ്റ്റ് പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല ഇത്രയും ആൾക്കാരെ. ആ അടുത്ത് നിങ്ങൾ ഇപ്പോൾ ഇന്ന് ഫ്രീ ടൈമാണ്, അല്ലെങ്കിൽ എത്രയും ദൂരത്ത് നിന്ന് വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും. പൈസ മുടക്കി ടാക്സി പിടിച്ച് ബ്ലോക്കിൽ കിടന്ന് ടൈം കളഞ്ഞ് വീട്ടുകാരോട് ഇരിക്കുന്ന സമയത്ത് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അത്രയും സ്നേഹമല്ലേ എനിക്ക് കിട്ടുന്നത്. അത് ഭയങ്കര ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയാണ്. അപ്പം അതുകൊണ്ട് ഏതൊക്കെ സ്ഥലം എന്നുള്ളതല്ല, നമ്മൾ മലയാളികൾ ഒരാളെ സ്നേഹിക്കാൻ തീരുമാനിച്ചാൽ സ്നേഹിക്കും, അവർക്ക് വേണ്ടി വരും. താങ്ക് യു. നമസ്കാരം അഖിൽ. എൻ്റെ പേര് സരിൻ. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ റാം കെയർ ഓഫ് കാനഡയിൽ കുറേ ക്രിഞ്ച് മൊമെൻറ്റ്സ് ഉണ്ടെന്നൊക്കെ. അപ്പോൾ നമുക്ക് ക്രിഞ്ച് അല്ല, ആക്ച്വലി നമ്മൾ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളൊരു വികാരത്തിൻ്റെ പുറത്തല്ല നമ്മൾ ഈ ക്രിഞ്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ക്രിഞ്ച് എന്ന പേരിൽ നമ്മുടെ ഉള്ളിലെ ഇമോഷൻസ് എല്ലാം നമ്മൾ അടക്കി വെക്കുന്നതായിട്ട് അഖിലിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ 2018 കുറേ ക്രിഞ്ച് സീൻസ് ഉണ്ടെന്ന് പറഞ്ഞ് കുറേ പേര് ട്രോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ട ആളാണ്. അപ്പോൾ എനിക്കത് ടച്ച് ചെയ്ത കാര്യം ഞാൻ പലപ്പോഴും എൻ്റെ വീട്ടിലും അല്ലെങ്കിൽ എൻ്റെ പരിചയമുള്ളവരുടെ വീട്ടിലും കാണുന്ന ഒരു പല സീൻസാണ് ആൾക്കാർ ക്രിഞ്ച് എന്ന് പറഞ്ഞ് ഒരു ട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കളിയാക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ക്രിഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാതെ നമ്മൾ സപ്രസ് ചെയ്യുന്നതുകൊണ്ടാണോ അത് ഒരാൾ അത് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് ക്രിഞ്ച് എന്ന് വിളിച്ച് കളിയാക്കുന്നത്? അതിൻ്റെ തോന്നൽ എന്താണ്? അതിപ്പോൾ നമ്മൾ സത്യത്തിൽ ലൈഫ് തന്നെ ഫുള്ള് ക്രിഞ്ചിലൂടെ കടന്നു പോകുന്ന ആ ആൾക്കാരാണ് ഈ ക്രിഞ്ച് എന്ന് പറഞ്ഞ് വിമർശിക്കുന്നത്. ഈ പ്രണയിക്കാത്ത ആൾക്കാർ പ്രണയിച്ച് തുടങ്ങും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ, നമ്മൾ ആരെങ്കിലും ഫോൺ ചെയ്യുന്ന സമയത്ത് നിന്നിട്ട് കുറ്റം പറയും.
എടാ നാണമില്ലടാ നിനക്കെന്നും പറഞ്ഞിട്ട്. അവനൊരു ലവർ സെറ്റായി കഴിഞ്ഞപ്പോൾ നമ്മളെ ബീച്ചിൽ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ തിരയിലൊക്കെ പോയി അടിക്കും കാലുകൊണ്ട്. മണിക്കൂർ കണക്കിനാണ് പോസ്റ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. ഈ കടന്നു വരാത്ത സന്ദർഭങ്ങളെല്ലാം ചില ആൾക്കാർ ക്രിഞ്ചെന്ന് പറയും. 2018 എനിക്കറിയാം, മറ്റേ ആ തീരദേശ ആൾക്കാരെ പറ്റി പറയുന്ന ഒരു സീനാണ് ക്രിഞ്ചെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ആലപ്പുഴയിലൊക്കെ തിയേറ്ററിൽ ഫുള്ള് കയ്യടിയായിരുന്നു ആ ഒരു സീന്. കാരണം ഞാനും തീരദേശത്ത് ജീവിക്കുന്ന ഒരാളാണ്. കടലോ വെള്ളമോ ഒക്കെ കയറുന്ന സമയത്ത് നമ്മളെല്ലാം ക്യാമ്പിൽ പോവും. സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ സങ്കടപ്പെട്ടിരിക്കത്തില്ല. എല്ലാവരുമായിട്ട് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ടുള്ളതാണ്. അതിനെപ്പറ്റി പറയുമ്പോൾ ഒരു 2 മിനിറ്റ് വേണ്ടി വരും. അത് ക്രിഞ്ചെന്ന് പറയുകയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നു, വേറൊന്നുമില്ല. താങ്ക് യു. ഹായ്, ഹലോ. എൻ്റെ പേര് നിതീഷ് എന്നാണ്. പാലക്കാട് ഷൊർണൂരാണ് സ്ഥലം. ഞാൻ 2 ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ 2 ചോദ്യങ്ങളും 2 തരത്തിലൂടെ ചോദിച്ചു കഴിഞ്ഞു പോയി. പക്ഷേ അത് മറ്റൊരു തരത്തിലും കൂടെ ചോദിച്ചുകൊണ്ട് വേറൊരു ഡയമെൻഷനും കൂടെ അതിൻ്റെ ഉത്തരം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ചെറുപ്പത്തിൽ ഒരുപാട് നോവലുകളൊക്കെ വായിച്ചതിൻ്റെ ഒരു അതിപ്രസരം കാരണം എഴുതി വരുമ്പോൾ കുറച്ച് സാഹിത്യം അധികമായി പോവാറുണ്ട് എന്നൊരു വിമർശനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കരകയറാൻ പറ്റാതെ ഒരു ഇടയ്ക്ക് സ്റ്റക്കായി പോയി എഴുത്ത്. പിന്നീട് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസം നടത്തിയ ഒരു യാത്രയിലാണ് ആ എഴുത്ത് പിന്നെയും തുടങ്ങാൻ സാധിച്ചത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും വലിയ മനസ്സിനുള്ള സംശയം എന്ന് പറയുന്നത്, എഴുതുന്നതിലുള്ള സാഹിത്യത്തെ നമ്മൾ ലഘൂകരിക്കാൻ വേണ്ടി ശ്രമിക്കണോ, അതോ ഓൾറെഡി അതിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഒരു ജ്യേഷ്ഠൻ എന്നുള്ള നിലയ്ക്ക് ചോദിക്കുകയാണ്. നമുക്ക് നമ്മളെക്കാട് അറിവുള്ള ഒരു വ്യക്തിയോടും അനുഭവമുള്ള ഒരു വ്യക്തിയോടും ചോദിക്കുമ്പോൾ കുറച്ചും കൂടെ മനസ്സിന് കുറച്ചും കൂടെ സ്വീകാര്യമായിട്ടുള്ളൊരു ഉത്തരം കിട്ടുമല്ലോ. ആ ഒരു ഇതിൽ ചോദിക്കുകയാണ്. അപ്പോൾ ഈ MT സാറിൻ്റെ 4 കെട്ടും മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ, ഖസാക്കിൻ്റെ ഇതിഹാസം, ഇതൊക്കെയായിരുന്നു ഒരു കാലത്തിൽ ഭയങ്കര ആവേശമായിരുന്നു. വായിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് വായിച്ച് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് പേജ് വായിച്ച് കഴിഞ്ഞിട്ട് അയ്യോ തീർന്നു പോയല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ചിരുന്ന പുസ്തകങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് ഇമ്പാക്ട്സ് ബ്രെയിനിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എന്ത് എഴുതി വരുമ്പോഴും, ഇപ്പോൾ വെറുതെ സൂര്യൻ ഉദിച്ച് വരുന്ന സാധനമാണെങ്കിൽ ഞാൻ എഴുതി വരുമ്പോൾ ചിലപ്പോൾ ഒരു പാരഗ്രാഫായി പോകുന്നത്. അപ്പോൾ അത് എനിക്കതൊരു വിഷമമായിരുന്നില്ല. പക്ഷേ പല സുഹൃത്തുക്കളും വായിച്ചപ്പോൾ ഒരഭിപ്രായമായി പറയണം, ഞങ്ങൾക്കിത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾ ആ രീതിയിലല്ല ഇതിനെ കാണുന്നത്, ഞങ്ങൾക്ക് പെട്ടെന്ന് കാര്യം കൺവേഡായി കിട്ടണം എന്നൊക്കെ പറയുമ്പോൾ ഒരു സംശയമായിരുന്നു. പക്ഷേ റാം കെയർ ഓഫ് ആനന്ദി വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട്, അതായത് പുസ്തകം വായിച്ച് കഴിയുമ്പോൾ അയ്യോ കഴിഞ്ഞല്ലോ അന്ന് തോന്നിയത് ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ ഒരു സങ്കീർത്തനം പോലെ വായിച്ചപ്പോഴാണ് ആ ഫീലിംഗ് വന്നത്. അതിന് തൊട്ട് മുന്നേ വന്ന ഒരു ഫീലിംഗ് എന്നുണ്ടെങ്കിൽ അത് റാം കെയർ ഓഫ് ആനന്ദി വായിച്ചപ്പോഴാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സെൻസിൽ കാര്യങ്ങളെ കാണാൻ സാധിക്കുമ്പോഴും ഈ ഒരു ഉള്ളിലൊരു ഒരു ഉൾഭയം എന്ന് പറയില്ലേ, എഴുതുന്ന സാധനം വായനക്കാരിലേക്ക് എത്തുന്ന സമയത്ത് നമ്മളുടെ ഒരു സാഹിത്യത്തിലുള്ള നമ്മുടെ ഒരു താല്പര്യം നമ്മുടെ എഴുത്തിനെ ബാധിച്ചു പോകുന്നുണ്ടോ എന്നൊരു ചിന്തയാണ്. ഒരുപക്ഷെ വളരെ എന്താ പറയുന്ന ഈ വിത്ത് എൻ്റെ പയറിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റേത് പുറത്തേക്ക് വരുന്ന ആ ഒരു സ്റ്റേജ് ആയതുകൊണ്ടായിരിക്കും ഒരുപാട് സംശയങ്ങൾ. ഒരുപക്ഷെ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അത് ക്ലിയർ ആയേക്കാം. പക്ഷെ വളരെ എളിമയോടുകൂടി ചോദിക്കുകയാണ്, ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായങ്ങളും അതിലേക്കുള്ളൊരു സജഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാമോ? ബ്രോ, നീ എഴുതുന്ന രീതിയിൽ തന്നെ അങ്ങ് എഴുതിക്കോ. നീ ആരെയും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിൻ്റെ സാഹിത്യം ആരെങ്കിലും കറക്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ നീ അങ്ങനെയാണ് എഴുതുന്നത്. നീ വേറെ ആരെയും അനുകരിക്കേണ്ട. അതാ എനിക്ക് പറയാനുള്ള ഇത്. പലരും കുറ്റം പറയും, പക്ഷേ നിൻ്റെത് വായിക്കാനും ഒരു ടൈമിന് ഇവിടെ ആളുണ്ടാവും. അതുകൊണ്ട് നീ മാറണ്ട, ആൾക്കാർ മാറിക്കോളും കേട്ടോ. താങ്ക് യു. ഷാർജ പുസ്തകമേളയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. എന്ത് തോന്നി ഇവിടെ വന്നപ്പോഴത്തേക്ക്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പണ്ട് ഷാർജ ബുക്ക് ഫെസ്റ്റിന് പോകണം, എങ്ങനെയെങ്കിലും പങ്കെടുക്കണമെന്ന്. ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് അതിഥിയായിട്ട് പങ്കെടുത്തതിൽ ഭയങ്കര പ്രൗഡാണ്, ഫീലിംഗ് പ്രൗഡ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സാധാരണക്കാരനായിട്ടുള്ളൊരു ഫാമിലിയിലുള്ള ആളാണ്. അപ്പം എനിക്ക് സ്വപ്നങ്ങൾ കാണാൻ പറ്റും, എനിക്കത് നേടിയെടുക്കാൻ പറ്റുമെന്ന് ഉള്ളതിന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള തെളിവാണ് ഞാൻ ഈ കൈ പിടിച്ചിട്ടുള്ള ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ്. അപ്പോൾ അതാണ് എനിക്ക് ഷാർജ ഫെസ്റ്റിനെ പറ്റി പറയാനുള്ളത്. പിന്നെ നല്ല അടിപൊളിയായിട്ടാണ് ഇവർ ട്രീറ്റ് ചെയ്യുന്നത്. ഓരോ ആൾക്കാർ ഓരോ ടൈമിന് വിളിച്ചുകൊണ്ടിരിക്കും ചോദിക്കാണ്ട്. പിന്നെ DC ബുക്സിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സപ്പോർട്ടാണ്. നമ്മളെവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാനാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും. രവി സാർ ഇന്നലെ, അതൊരു കാര്യം ഞാൻ പറയാം, എനിക്ക് വരാനായിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇന്നലെ. ഞാൻ 9:30 ഫ്ലൈറ്റിന് വരാനുള്ളത്, അത് ഇഷ്യൂ കാരണം 4:30 ഫ്ലൈറ്റ് ആക്കി രാവിലെ. ഞാനപ്പോൾ എയർപോർട്ടിൻ്റെ വാതിക്കെ പോയി ഇങ്ങനെ നിൽക്കുക ഏത് ഫ്ലൈറ്റാണെന്ന് അറിയാനായിട്ട്. അപ്പോൾ സാറാണെങ്കിലും രാത്രി 2-2:30 വരെ ഉറങ്ങാതെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറ് മാത്രമല്ല, ജേക്കബേട്ടനും ഒക്കെ ടെൻഷനാണ്. എന്താണെന്ന് പറഞ്ഞിട്ട് ഇത്രയും ആൾക്കാർ ഇവിടെ വരികയാണ്, ഇന്ന് ഞാൻ ഇവിടെ വന്നില്ലെങ്കിൽ എന്താവുമെന്ന്. അപ്പോൾ അവരെക്കാൾ നന്നായിട്ട് ബെസ്റ്റ് എനിക്ക് വേണ്ടി ചെയ്തു. അപ്പോൾ എനിക്ക്
അല്ല, എൻ്റെ ലൈഫിലെ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഞാനൊരു ഒരാഴ്ച കൂടെ ഉണ്ട്. നിങ്ങളെയൊക്കെ തീർച്ചയായിട്ടും കാണാം. നിങ്ങൾ ഫ്രീ ഉള്ളവരൊക്കെ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം. എൻ്റെ കയ്യിൽ ദറവൊന്നും ഇല്ല, നിങ്ങൾ തന്നെ ബില്ല് കൊടുക്കണം. അപ്പോൾ ദയവ് ചെയ്ത് എന്നെ ദത്തെടുക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാ സ്വപ്നങ്ങളും നടക്കട്ടെ, വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒരു വശത്തൂടെ ഉണ്ടാകും, പക്ഷേ നല്ല നല്ല എഴുത്തുകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് അഖിൽ. താങ്ക് യു സോ മച്ച്. നിങ്ങളോടും കൂടെ ഒന്ന് പറയാം കേട്ടോ, നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ലേറ്റായിട്ട് വന്നവരൊക്കെ അവിടെയൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ എൻ്റെ വളരെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അഖിലിന് ഒരു സമ്മാനം കൂടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ആരാധകൻ ഇവിടെ വന്നോളൂ. എൻ്റെ ഫോട്ടോയാണ്. ആ ഒരു കളർ തീമിൽ തന്നെ അത് ചെയ്തു അല്ലേ?